കാസർഗോഡ് വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വെടി ട്രാക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണ ഏതൊരു ഹോസ്പിറ്റലിലും ICU എന്നൊക്കെ നമ്മൾ വളരെ സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ICUവിൽ, അതായത് ആ ബോർഡ് നമ്മളെല്ലാവരും കാണും, കാഷ്വാലിറ്റി, എമർജൻസി എന്നൊക്കെ പറഞ്ഞിട്ട് വിവിധ തരത്തിൽ. അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ എൻട്രി കഴിഞ്ഞാൽ നമ്മളൊക്കെ ബൈസ്റ്റാൻഡറായിട്ടോ അല്ലെങ്കിൽ അവിടെ വിസിറ്റേഴ്സായിട്ടോ ഒക്കെ പോകുമ്പോൾ കാണുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് ICU. ഈ ICUവിനെ കുറിച്ചാണ് ഇന്നും വെടി ട്രാക്ക് ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തത്. ഈ വിഷയത്തെക്കുറിച്ച് കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കുന്നത് കണ്ണൂർ ആസ്റ്റർ മിംസിലെ ICU ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർ അമിത് സാർ, ഡോക്ടർ റിനോയ് സാർ, ഡോക്ടർ സൂര്യമാൻ. സോ നമുക്ക് ICU എന്താണ്, ICU അവിടുത്തെ സേവനങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നമ്മളൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എമർജൻസി ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള പേഷ്യൻറ്റിനൊക്കെ ICUവിലാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആക്ച്വലി വാട്ട് ആർ ദ ഫങ്ഷൻസ് ഇൻ ICU, എന്തൊക്കെയാണ് ICU നടക്കുന്നത്? ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ഇതിൽ എക്സ്പെർട്ട് ഡോക്ടേഴ്സോട് തന്നെ ചോദിച്ചറിയാം. സർ, വെൽക്കം ഓൾ. താങ്ക് യു. ഞാൻ അമിത് സാറിൽ തന്നെ തുടങ്ങാം. സർ, ഞാനിപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എമർജൻസി എന്ന് പറഞ്ഞാൽ എൻട്രിയിൽ തന്നെ ഒരു എമർജൻസി ഉണ്ടാവും, അല്ലെങ്കിൽ അതിന് മറ്റൊരു വേർഡിൽ കാഷ്വാലിറ്റി, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ ICU എന്നുള്ളൊരു കോമൺ വേർഡാണ്. അതൊരു ബൈസ്റ്റാൻഡറിന് അറിയാം, ചിലപ്പോൾ പേഷ്യൻ്റായിട്ടുണ്ടാവും, ഒക്കെ അറിയാം. നമ്മുടെ ICU, നമ്മളൊരു എമർജൻസി ICU എങ്ങനെ ഡിഫർ ചെയ്യാം? ഓക്കെ, സോ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അഥവാ പണ്ടത്തെ കാലത്ത് അല്ലെങ്കിൽ ഇപ്പോഴുള്ള ചെറിയ ഹോസ്പിറ്റലുകൾ മോസ്റ്റ്ലി കാഷ്വാലിറ്റി എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതായത് രോഗിയെ സിക്കായിട്ടുള്ളതോ അല്ലെങ്കിൽ ചിലപ്പം ഒരു ചെറിയ മേ ബി ഒരു പനി ആയാലും മതി, അവർ നേരെ വരുന്നത് കാഷ്വാലിറ്റിയിലേക്കാണ്. അതായത് OP അവേഴ്സിലല്ലാത്ത സമയത്ത് മോസ്റ്റ് ലൈക്ലി ഈ കാഷ്വാലിറ്റി അല്ലെങ്കിൽ വളരെ സിക്കായിട്ടുള്ളൊരു സ്ഥിതിയിൽ വരികയാണ് നേരെ ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണ് വരുന്നത്. അവിടുന്ന് അവരൊന്ന് സ്റ്റെബിലൈസ് ചെയ്യും. അതായത് ഇപ്പം ശ്വാസതടസ്സമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ബ്ലഡ് പ്രഷർ കുറവുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളിൽ ഉണ്ടെങ്കിൽ അതിനുള്ള ഇനീഷ്യൽ സപ്പോർട്ട് ചെയ്തതിന് ശേഷം അവർ നമ്മൾ ഇന്റൻസീവ് കെയറിലേക്ക് മാറ്റി. ഒരു യൂഷ്വൽ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് 4 മണിക്കൂറിലാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു പേഷ്യന്റിനെ ഹോൾഡ് ചെയ്യുക. അതിനുശേഷമാണ് നമ്മൾ ഈ ഇന്റൻസീവ് കെയർ എന്നുള്ള ഒരു ഏരിയയിലേക്ക് വരുന്നത്. അതായത് കൂടുതൽ സമയം ഇനീഷ്യലി അവിടുന്ന് ട്രയാജിങ് നടക്കും നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ട്രയാജിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എന്ത് ടൈപ്പ് പേഷ്യന്റ്. ചില ആൾക്കാർ ചിലപ്പോൾ പനിയാണെങ്കിൽ മരുന്ന് കൊടുത്ത് വീട്ടിലേക്ക് പോകാൻ പറ്റും. ചിലർക്ക് ചിലപ്പോൾ ഹോസ്പിറ്റലിലുള്ള റൂമിലേക്ക് അഡ്മിഷൻ മതിയാവും കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടി. ചില ആൾക്കാർ ബ്ലഡ് പ്രഷർ കുറവ് അല്ലെങ്കിൽ ശ്വാസതടസ്സം ഉണ്ടായി വെന്റിലേറ്ററിന്റെ സപ്പോർട്ട് അല്ലെങ്കിൽ കിഡ്നിക്ക് ഡയാലിസിസ് സപ്പോർട്ട്, ഇങ്ങനെയുള്ള എന്തെങ്കിലും സപ്പോർട്ടുകളിലും കൂടുതൽ വേണ്ടി വന്നാൽ അവരെ നമ്മൾ ഈ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ നമ്മൾ അവരെ മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ടും അതിനുശേഷമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ ICU എന്ന ഇതിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നത്. റിനോയ് സാർ, നമുക്കൊന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ അമിത് സാർ പറഞ്ഞതിലേക്ക്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ICUവിലേക്ക് ഒരു പേഷ്യൻറ്റ് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നീട് ICUവിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഇനീഷ്യലായിട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് ബേസിക് ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ ഡിപ്പെൻസ് അപ്പോൺ പേഷ്യൻ്റ് ആണോ, അതെങ്ങനെയാണ് ലീഡ് ചെയ്യുന്നത്? അതെ, അപ്പം അമിത് സാർ പറഞ്ഞ മാതിരി പല ലെവൽ അസുഖമുള്ള പേഷ്യൻസ് കാഷ്വാലിറ്റിയിലേക്ക് എമർജൻസിയിലേക്ക് എത്തും. ഓക്കെ, ചിലവർ വളരെ മൈൽഡ് അസുഖമായിരിക്കും, അവരെ ഒരു ചെറിയ ട്രീറ്റ്മെന്റ് കൊടുത്ത് പറഞ്ഞു വിടാൻ പറ്റും. ചില ആൾക്കാർ കുറച്ചും കൂടി പ്രശ്നമുള്ളവർ അവർ ഇനീഷ്യൽ ട്രീറ്റ്മെന്റ് കൊടുത്തൊന്നും ശരിയായാലും അവരെ വാർഡിൽ അഡ്മിറ്റ് ചെയ്ത് ചെറിയ ട്രീറ്റ്മെന്റ് കൊണ്ട് ശരിയാവും. ഇനി ഒരു വിഭാഗമുണ്ട് വളരെ വളരെ സീരിയസ് ആൾക്കാർ, അവർക്ക് ചെറിയ ഇഞ്ചക്ഷൻ ഉണ്ടോ മരുന്നുണ്ടോ ശരിയാവില്ല, അവർക്ക് അവരുടെ അവയവങ്ങൾക്കൊക്കെ മേജർ അവയവങ്ങൾക്കൊക്കെ ഡാമേജ് എല്ലാം വന്നിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും. അവരെ നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് ഫെസിലിറ്റി, ഒരുപാട് ഗാഡ്ജറ്റ്സിന്റെ ഇതിന്റെ സഹായത്തോട് മാത്രമേ അവരെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റൂ. അങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ ICUയിലേക്ക് മാറ്റുന്നത്. ചില പേഷ്യൻസിനെ ഡയറക്റ്റ് ഓപ്പറേഷൻ കണ്ടുവരിക, അവരെ ചിലപ്പോൾ തിയേറ്ററിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള പല അവയവങ്ങളും തകരാറിലായിട്ടുള്ള രോഗികളെ അഡ്മിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ICU. അപ്പോൾ ICUയിൽ അഡ്മിറ്റ് ചെയ്ത് മെയിനായിട്ട് നമുക്ക് പല പല അവയവങ്ങളെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. എന്നിട്ട് എന്താണ് അസുഖം എന്ന് കണ്ടുപിടിച്ച്, ചിലപ്പം ഫസ്റ്റ് വരുമ്പോൾ തന്നെ എന്താണ് അസുഖം എന്ന് മനസ്സിലാവില്ല, കുറെ ടെസ്റ്റുകളും ചെയ്താലൊക്കെ മനസ്സിലാവും. ആ കാര്യങ്ങളിൽ ഏതാണെന്ന് ഓരോന്നായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നോക്കി. പക്ഷേ ഈ പേഷ്യൻസിനെന്ന് വെച്ചാൽ ഒരു വലിയൊരു ടീം ഓഫ് പീപ്പിൾ ഉണ്ടായാൽ മാത്രമേ ഇവരെ നമുക്ക് ലൈഫ് സേവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഒറ്റ ഡോക്ടർക്കോ ഒരു ഇഞ്ചക്ഷൻ മരുന്ന് കൊടുത്തിട്ടൊന്നും ശരിയാവില്ല. അവരുടെ പല പല പ്രശ്നങ്ങളുണ്ടാവും, മൾട്ടിപ്പിൾ ഇഷ്യൂസ്. അവരെല്ലാം ഇതെല്ലാം സപ്പോർട്ട് ചെയ്ത് അസുഖം എന്താണെന്ന് കണ്ടുപിടിച്ച് വിത്ത് ഹെൽപ്പ് ഓഫ് ലോട്ട് ഓഫ് ഡോക്ടേഴ്സ്, ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം എന്ന് പറയും നമ്മൾ. ക്രിട്ടിക്കൽ കെയർ ഡോക്ടേഴ്സ് ഉണ്ടാവും, എമർജൻസി ഡോക്ടേഴ്സ് ആദ്യം ഉണ്ടാവും, ഫിസിഷ്യൻസ് ഉണ്ടാവും, കാർഡിയോളജിസ്റ്റ് ഉണ്ടാവും, നെഫ്രോളജി, കിഡ്നി ഡോക്ടേഴ്സ് ഉണ്ടാവും. ഇവരെല്ലാവരുടെയും ഒരു ഒത്തായ ഒരു പരിശ്രമത്തിലൂടെ അതിനെല്ലാം ഒരു കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ICU. ഇത്രയും സൂര്യ മാം, നമ്മളിപ്പോൾ ആക്സിഡൻറ്റ് കേസൊക്കെ സംഭവിക്കുന്നില്ല, ആ സമയത്ത് ചിലപ്പോൾ സർജറി, എമർജൻസി സർജറിയിലൊക്കെ നമ്മൾ ചിലപ്പോൾ പോകാറുണ്ട്. ഫസ്റ്റ് നമ്മളതൊരു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്, റൈറ്റ്, ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് ചെയ്യാറുണ്ട്. പക്ഷെ പിന്നീട് അവരെ ICUയിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ടല്ലോ.
അങ്ങനെയുള്ള കേസിൽ ചിലപ്പോൾ നമ്മൾ ICU പേഷ്യൻ്റ് അതിങ്ങനെ പ്രൊലോങ്ഡ് ആയിട്ട് ICU പേഷ്യൻ്റ് ആയിട്ട് വരുന്ന സിറ്റുവേഷൻസ് റൈസ് ചെയ്യാറുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എപ്പോഴാണ് വരുന്നത്? യൂഷ്വലി ട്രോമ പേഷ്യൻസ് ഇപ്പോൾ പറഞ്ഞ പോലെ ആക്സിഡൻറ്റ് പറ്റിയിട്ടില്ല പോളി ട്രോമ എന്ന് പറയും. ഇപ്പം പല രീതിയിൽ പറ്റാം. ചിലപ്പോൾ ഒരു എല്ല് മാത്രം പൊട്ടിയതായിരിക്കാം, അങ്ങനെയുമ്പോൾ നേരെ ഓപ്പറേഷൻ തിയേറ്ററിൽ പോകുന്നു. എലക്റ്റീവ് സർജറീസ്, അതായത് സർജറി പ്ലാൻ ചെയ്തിട്ട് ആ സർജറി ചെയ്ത് അത് കഴിഞ്ഞ് പേഷ്യൻ്റ് ചിലപ്പം ഈ പോസ്റ്റ് അനസ്തീഷ്യ, അത് വേറെ തന്നെ ഒരു ICU ഉണ്ട്, പോസ്റ്റ് അനസ്തീഷ്യ കെയർ യൂണിറ്റ് എന്ന് പറയും. അവിടെ നിന്ന് ഒരു പീരീഡ് ഓഫ് ഒബ്സർവേഷൻ കഴിഞ്ഞിട്ട് യൂഷ്വലി റൂമിലേക്കെല്ലാം മാറ്റാൻ പറ്റും. യൂഷ്വലി നമ്മൾ ICUവിൽ വരുന്ന രോഗികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളി ട്രോമ, അതായത് പല അവയവങ്ങൾക്കും ആക്സിഡൻറ്റ് കാരണം ഇഞ്ചുറി വരുന്ന രോഗിയാണ്. ഇപ്പം തലച്ചോറിന് പരിക്ക് പറ്റിയിട്ടുണ്ടാവാം, സ്പൈനൽ കോഡ് അല്ലെങ്കിൽ ബോൺസിന്, വെർട്ടിബ്രൽ കോളം അവിടെ ഫ്രാക്ചേഴ്സും ഇഞ്ചുറിയും പറ്റിയിട്ടുണ്ടാവാം. ചെസ്റ്റിന്, നമ്മുടെ തൊറാക്സ് എന്ന് പറയുന്നത് ചെസ്റ്റിന്, ലങ്സിന് അവിടെ ഇഞ്ചുറി ഉണ്ടാവാം. വയറിലെ ആന്തരിക അവയവങ്ങൾക്ക് ഇഞ്ചുറി വന്നിട്ടുണ്ടാവാം. മേജർ ബോൺസിനൊക്കെ ഫ്രാക്ചർ ഉണ്ടാവും. ഇങ്ങനെയുള്ള രോഗികൾ വെന്റിലേറ്ററിലും ആയിരിക്കാം. അവർ എമർജൻസി സർജറിക്ക് മിക്കവാറും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാലും നമ്മൾ ഇനീഷ്യൽ ആദ്യത്തെ കുറച്ച് ദിവസം അവരെ ഇങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള മൾട്ടിപ്പിൾ ഒരുപാട് ബ്ലഡും അങ്ങനെയുള്ള ബ്ലഡ് പ്രോഡക്ട്സ് എല്ലാം ട്രാൻസ്ഫ്യൂസ് ചെയ്യേണ്ടി വരും. ബ്ലഡ് പ്രഷർ സപ്പോർട്ട് ചെയ്യാനുള്ള മരുന്നുകൾ പോകേണ്ടി വരും. അതിനൊക്കെ ശേഷം ഇപ്പോൾ വെന്റിലേറ്ററിലുള്ള രോഗീനെ ചിലപ്പോൾ പെട്ടെന്ന് വെന്റിലേറ്ററിൽ മാറ്റാനും പറ്റില്ല. നമുക്ക് ചിലപ്പോൾ അവരെ പതുക്കെ സ്ലോലി സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ട്രക്യോസ്റ്റമി എന്നെല്ലാം പറയുന്ന രീതിയിലേക്ക് മാറ്റി അത് ദിവസങ്ങൾ എടുക്കുന്ന പ്രൊസീജിയർ ആയിരിക്കും. യൂഷ്വലി 1 വീക്ക് വരെയൊക്കെ എടുക്കാം. അതിന് ശേഷമായിരിക്കും അവരുടെ ബാക്കി ഇപ്പോൾ ന്യൂറോ റീഹാബിലിറ്റേഷൻ, ഫിസിയോതെറാപ്പി, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് രോഗി ഒന്ന് സ്റ്റെബിലൈസ്ഡായി നമ്മളെപ്പോഴും ആദ്യത്തെ ഒരാഴ്ച എങ്ങനെയെങ്കിലും ലൈഫ് സേവ് ചെയ്യാം, ജീവൻ തിരിച്ചു പിടിക്കാനുള്ള സർജറീസും സ്റ്റെബിലൈസ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സും ആയിരിക്കും. ഓക്കെ നമ്മളിപ്പം മാഡം പറഞ്ഞതുപോലെ അതിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് പറയും ഇപ്പം ICU തന്നെ ചില സമയത്ത് ന്യൂറോ ICU, മെഡിസിൻ ICU, അങ്ങനെ എന്തിനാണ് നമ്മുടെ കാറ്റഗറൈസ് ചെയ്യുന്നത്? എന്തിനാണ് ഡോക്ടർ റോയ് സാർ പറഞ്ഞു, കാരണം ഇതൊരു ടീം ഓഫ് വർക്കാണ്. ഒരു ICU തന്നെ എല്ലാ ടീം ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഇത് ഡിവൈഡ് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഇൻറ്റൻസീവ് കെയർ എന്ന് പറഞ്ഞ ഏരിയയിൽ ഇത് ഹെഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു കോർഡിനേഷൻ ചെയ്യുന്നത് ഇൻറ്റൻസിവിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള, എനിക്ക് തോന്നുന്ന എല്ലാ ആൾക്കാർക്കും പരിചയമില്ലാത്തൊരു വാക്കായിരിക്കും. ഇൻറ്റൻസിവിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യലിസ്റ്റ് ഏരിയ ഉണ്ട്. യൂഷ്വലി ഒരു മേ ബി ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളിലാണ് കൂടുതലായിട്ടും കാണുന്നത്. കാരണം ഒരു ഇത് പുറത്ത് ഇപ്പം നമ്മുടെ ഇന്ത്യക്ക് പുറത്ത് പോയ ഏത് മേജർ രാജ്യങ്ങളിലും നമ്മൾ വെസ്റ്റേൺ കൺട്രീസ് ആണല്ലോ നമ്മൾ പുരോഗമന ഇതായിട്ട് കാണുന്നത്. അപ്പോൾ അവിടുത്തെ ഏത് രാജ്യത്ത് നോക്കിയാലും നമുക്ക് ഈ ഇൻറ്റൻസിവിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടർ ഉണ്ട്. അതാണ് ആക്ച്വലി ICU ഡോക്ടർ എന്ന് പറയുന്നത്. അത് യൂഷ്വലി നമ്മൾ ഈ MD എല്ലാം കഴിഞ്ഞാൽ അനസ്തീഷ്യ, മെഡിസിൻ എല്ലാം കഴിഞ്ഞിട്ടുള്ള ഡോക്ടർമാർ. അപ്പോൾ അവരാണ് ഈ കോർഡിനേഷൻ ചെയ്യുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്? അത് ബേസിക്കലി നമ്മുടെ ഒരു വർക്കിംഗ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ന്യൂറോ പേഷ്യൻ്റ് ആണെങ്കിൽ അവരുടെ മോണിറ്ററിംഗ് എന്ന് പറയുന്നത് പ്യുവർലി കൂടുതലും ബോധ നിലവാരം അളക്കുക, അതിൻ്റെ പ്രഷറുകൾ, ഇപ്പം തലേൻ്റെ അകത്തുള്ള പ്രഷറുകൾ നോക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കൊരു സെറ്റ് ഓഫ് സ്റ്റാഫ് അതിന് വേണ്ടി ട്രെയിൻഡ് ആണെങ്കിൽ അവർ അതിൻ്റെ മേജർ ഫോക്കസ് അവർക്ക് അതിൽ തന്നെ ചെയ്യാം. ഇപ്പം നമ്മുടെ മൾട്ടിപ്പിൾ സ്റ്റാഫുകൾ ഇങ്ങനെ പല പല ഇതിലേക്ക് ചെയ്യുമ്പോൾ അവരുടെ ട്രെയിനിങ്, അപ്പം നമ്മുടെ ഫോക്കസ് എപ്പോഴും എന്താ പറയുക, കൃത്യമായിട്ടുള്ള ICU എന്ന് പറയുന്നത് ഞാൻ കമ്പയർ ചെയ്യുന്ന എപ്പോഴും നമ്മുടെ ഒരു ഫ്ലൈറ്റ്, നമ്മുടെ ഒരു എയർലൈൻ ഇൻഡസ്ട്രി ആയിട്ടാണ്. ചെറിയൊരു മിസ്റ്റേക്ക് പോലും നമുക്കൊരു ജീവനാണ് അവിടെ നഷ്ടപ്പെടുക. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോക്കസ് എപ്പോഴും ഉണ്ടാവണം. അതുകൊണ്ടാണ് ഈ ഒരു നമുക്ക് സ്റ്റാഫിനെ നമുക്ക് ട്രെയിൻ ചെയ്യാം. ഇപ്പം ന്യൂറോ പേഷ്യൻ്റ് ആണെങ്കിൽ ന്യൂറോ ICU എന്ന് പറയുമ്പോൾ അവർക്ക് എപ്പോഴും ന്യൂറോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. സ്റ്റാഫിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ ന്യൂറോ, ഫോർ എക്സാമ്പിൾ ഒരു ന്യൂറോ സർജറി കഴിഞ്ഞൊരു പേഷ്യൻ്റ് ആണെങ്കിൽ അവിടെ ഇപ്പോൾ ഒരു ന്യൂറോ സർജൻ അണ്ടറിലാണോ ആ ICU വരുന്നത്? അതല്ല ഈ നേരത്തെ ഇപ്പോൾ ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ എന്നാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനെ പറയാം. ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ, ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നതിൽ ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ എന്നാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ. അതധികം പലരും എമർജൻസി മെഡിസിനിലായിട്ട് അവർ ക്ലബ് ചെയ്യാറുണ്ട്. ക്ലബ് ചെയ്യുന്നതല്ല, അവർക്ക് മാറിപ്പോവാറുണ്ട്, കൺഫ്യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ എമർജൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വരുന്നത് ക്രിട്ടിക്കൽ കെയർ അതിന് ശേഷമുള്ള ട്രീറ്റ്മെന്റ്, അതായത് ഇതുപോലുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള രോഗികളെ ചികിത്സിക്കുന്ന അല്ലെങ്കിൽ അവരുടെ അറ്റൻഷൻ അത്രയും വേണ്ട രോഗികൾ കിടക്കുന്ന സ്ഥലമാണ്. ഇതിൽ മോസ്റ്റ്ലി കോർഡിനേഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ന്യൂറോ ICU, കാർഡിയക് ICU എന്നെല്ലാം പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ICU എന്നാണ് നമ്മുടെ യൂണിറ്റ് പറയുന്നത്. അതിൽ എല്ലാവിധ രോഗികളും ഉണ്ടാവാം. അതിന്റെ കോർഡിനേഷൻ നമ്മുടെ ഈ ഒരു ഇന്റൻസീവ് കെയർ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും ചെയ്യുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ന്യൂറോയിൽ ഒന്നുകൂടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് സ്ട്രോക്ക് ഒക്കെ വന്ന പേഷ്യൻ്റ് നമ്മൾ സാധാരണ അതിൻ്റെ ഫീഡ്ബാക്ക് നമുക്ക് വരുന്നത് ന്യൂറോ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂറോ സർജനോ അല്ലെങ്കിൽ ന്യൂറോ മെഡിസിനോ ഡോക്ടേഴ്സാണ്. പക്ഷെ അതെങ്ങനെയാണ് അപ്പോൾ ഫീഡ്ബാക്ക് ബൈ ചാൻസിന് എങ്ങനെ, ആരാണ് ഈ ഫീഡ്ബാക്ക് കൊടുക്കുന്നത്? എക്സാക്ട്ലി. അപ്പോൾ ഇത് രണ്ട് ഡോക്ടർമാരുമുണ്ട്. ഇത് ബേസിക്കലി ഡോക്ടർ റിനോയ് പറഞ്ഞ പോലെ ഇത് ഒന്നോ രണ്ടോ ആളുടെ ടീം ഓഫ് ഡോക്ടേഴ്സ്, ടീം ഓഫ് സ്റ്റാഫ്. ഡോക്ടർമാർ മാത്രമല്ല, നഴ്സിംഗ്, റെസ്പിറേറ്ററി തെറാപ്പി, റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റ്, പല ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ്, അങ്ങനെ പല, ഈവൻ നമ്മുടെ സോഷ്യൽ വർക്കർ, ഇങ്ങനെയുള്ള പല ആൾക്കാർ കൂടിയിട്ടുള്ളൊരു വലിയ ടീമാണ് ഇന്റൻസീവ് കെയർ എന്ന് പറയുന്നത്. അപ്പോൾ
അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഫീഡ്ബാക്ക് കൊടുക്കുന്നത് വെച്ചാൽ യൂഷ്വലി നമുക്ക് മോർണിംഗ് ആൻഡ് ഈവനിങ് 2 നേരം നമ്മൾ അപ്ഡേറ്റ്സ് കൊടുക്കും. അപ്പോൾ ഇതിൽ യൂഷ്വലി ഒരു പ്രൈമറി ഫിസിഷ്യൻ ഉണ്ടാവും. ചിലപ്പോൾ ഇപ്പോൾ സ്ട്രോക്ക്, നിങ്ങൾ പറഞ്ഞ പോലെ സ്ട്രോക്ക് ആണ് നമ്മുടെ പേഷ്യൻ്റ് എങ്കിൽ ആ പേഷ്യൻ്റ് ന്യൂറോളജിസ്റ്റിൻ്റെ അണ്ടറിലായിരിക്കും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അവർ എന്താ പറയുക, ബേസിക്കലി ആ ഒരു മോർണിംഗിൽ റൗണ്ട്സ് കാണുകയും നമ്മൾ ഡെയിലി ഒരു പ്രോഗ്രസ് നോക്കുന്നുണ്ടാവും, മേ ബി 1-2 തവണ. ഈ 24/7 അവിടെ ഉണ്ടാവുന്ന ഡോക്ടർമാരാണ് ഈ ഇന്റൻസിവിസ്റ്റ് അല്ലെങ്കിൽ ICU ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ആരാണ് അപ്ഡേറ്റ് ചെയ്യുക? യൂഷ്വലി ന്യൂറോളജിസ്റ്റും ഈ ഇന്റൻസിവിസ്റ്റും ഒരുമിച്ചാണ് യൂഷ്വലി അപ്ഡേറ്റ് ചെയ്യുക. കാരണം ബ്രെയിനിന്റെ സ്റ്റേറ്റസിന്റെ കൂടുതൽ ഡീറ്റെയിൽ പറയാൻ വേണ്ടി ന്യൂറോളജിസ്റ്റും അതുപോലെ തന്നെ ബാക്കിയുള്ള അവയവങ്ങളും ബാക്കിയുടെ ഉള്ള സപ്പോർട്ട്, ഇപ്പോൾ ന്യൂറോ പേഷ്യന്റ് ചിലപ്പോൾ വെന്റിലേറ്ററി സപ്പോർട്ടിലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഇൻഫെക്ഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത് നമ്മളുമായിരിക്കും. ഓവറോൾ നമ്മുടെ ജോലി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഓവറോൾ ഒരു ആസ് എ പേഷ്യന്റ് കംപ്ലീറ്റ് എല്ലാ അവയവങ്ങളുടെയും ഫംഗ്ഷന്റെ കാര്യങ്ങൾ അതെല്ലാം ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടാവണം. ഇപ്പോൾ ഇങ്ങനെയുള്ള പേഷ്യന്റ് പെട്ടെന്ന് ശ്വാസതടസ്സം വന്ന് വെന്റിലേറ്ററി സപ്പോർട്ടിൽ അങ്ങനെ ഒരു അപ്ഡേറ്റ് കൊടുക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ടീമും ആവാം. ഇത് ഇറ്റ്സ് ബേസിക്കലി ഒരു ടീം. നമ്മളിപ്പോൾ പേഷ്യന്റിനെ വെന്റിലേറ്ററിലേക്ക് സാധാരണ സംഭവിക്കുന്നതാണ്. വെന്റിലേറ്ററിലാണ് പേഷ്യന്റ് എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റേജ് എപ്പോഴാണ് അറൈസ് ചെയ്യുന്നത്? വെന്റിലേറ്റർ എന്നുള്ളത് ഒരുപാട് മിസ്അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പല ആൾക്കാർക്കും പല ഐഡിയ ആണ് ഇതിനെപ്പറ്റി. വെന്റിലേറ്റർ ചില തെറ്റിദ്ധാരണകളാണ് കൂടുതൽ. അതിന്റെ കാരണം എന്താ വെച്ചാൽ പണ്ട് മുതലുള്ള വെന്റിലേറ്ററിൽ ഒരാളായി കഴിഞ്ഞാൽ അയാൾ മരിച്ചു എന്നുള്ളതാണ് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അത് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ബിക്കോസ് വെന്റിലേറ്ററിൽ ഏറ്റവും സീരിയസ് ആയുള്ള രോഗികളെയാണ് കിടത്തുക. അതായത് ഒരാൾക്ക് ശ്വാസം കിട്ടാതിരിക്കുമ്പോൾ, ശ്വാസം സ്വന്തമായിട്ട് ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥ, ആ അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ വെന്റിലേറ്റർ ആക്കുക. അത് വെച്ചാൽ ഏറ്റവും സീരിയസ് സിറ്റുവേഷൻ ആണ്. ശ്വാസം എടുക്കാതെ ഒരാൾക്ക് ജീവൻ മുന്നോട്ട് പോകില്ലല്ലോ. ആ സിറ്റുവേഷനിലാണ് നമ്മൾ വെന്റിലേറ്ററിലുള്ള ആൾക്കാരെ മാറ്റുന്നത്. പക്ഷേ ഇത് ഏതെങ്കിലും ഒരു അസുഖം കാരണമായിരിക്കും ഈ ശ്വാസം മുട്ട് വന്നിട്ടുണ്ടാവും. ആ അസുഖത്തിനെ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് വേറെ മാർഗ്ഗങ്ങളുണ്ട്. മരുന്നുകളും ഇഞ്ചക്ഷൻസും അതിന്റെ കാരണം അനുസരിച്ച് ട്രീറ്റ് ചെയ്യും. ചിലപ്പോൾ ഹാർട്ട് പ്രോബ്ലം ആയിരിക്കും, ചിലപ്പോൾ ഇൻഫെക്ഷൻ ആയിരിക്കും. ഇതിനെല്ലാം ട്രീറ്റ് ചെയ്ത് ഈ അസുഖം മാറിക്കഴിഞ്ഞാൽ ആൾക്ക് സ്വന്തമായിട്ട് ശ്വാസം എടുക്കാവുന്ന ഒരു അവസ്ഥയായി കഴിഞ്ഞാൽ വെന്റിലേറ്റർ നമ്മൾ മാറ്റും. അപ്പോൾ ബേസിക്കലി ആ ഇതിന്റെ ഇടയിലുള്ള റിക്കവർ ചെയ്യാനുള്ള ടൈമിന്റെ ഇടയിൽ ആളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മെഷീൻ മാത്രമാണ് വെന്റിലേറ്റർ. ഓക്കെ. അപ്പം എല്ലാ ആൾക്കാരും അതിൽ രക്ഷപ്പെടണമെന്നില്ല. നമ്മൾ ഇത്രയും സീരിയസ് ഒരാളെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു കുറച്ച് പെർസെന്റേജ് ആൾക്കാർ മരണപ്പെട്ടു പോയേക്കാം. പക്ഷെ നമ്മളുടെ ICUവിന്റെ ഡാറ്റ എന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു അറൌണ്ട് 90% ആൾക്കാരെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും വെന്റിലേറ്ററിൽ പോയിട്ട്. വെന്റിലേറ്ററിലുള്ള ഒരു 10% ആൾക്കാർ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമുക്ക് രക്ഷിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ അപ്പം വെന്റിലേറ്ററിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. പണ്ടത്തെ ഒരു ഡാറ്റയിൽ നിന്ന് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പണ്ട് ഈ വെന്റിലേറ്റർ കണ്ടുപിടിച്ച കാലത്തൊക്കെ അതിന്റെ കാര്യങ്ങൾ പഠിച്ചു വരുന്ന സമയത്തുള്ള ഒരുപാട് പേര് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അതെല്ലാം ഏകദേശം കഴിഞ്ഞ വർഷങ്ങളിൽ വെന്റിലേറ്റർ ടെക്നോളജി, ആൾക്കാരുടെ നോളജും ഇന്റൻസീവ് കെയർ ഒക്കെ ഒരുപാട് പുരോഗമിച്ചു. അപ്പം വെന്റിലേറ്ററിലുള്ള മരണസാധ്യത വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. വെന്റിലേറ്ററിൽ പ്രൊലോങ്ഡ് ആയിട്ട് ചില പേഷ്യന്റ് ഉണ്ടാകാറുണ്ട്, വീക്കിലി അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ എപ്പോഴാണ് അറൈസ് ചെയ്യുന്നത്? വളരെ വളരെ വീക്കായിട്ടുള്ള രോഗികളെ ഇപ്പോഴത്തെ നമുക്കറിയാം, നമ്മളുടെ ഈ കമ്മ്യൂണിറ്റിയിലെ പ്രായമായ ആൾക്കാരുടെ നമ്പർ വളരെ വളരെ കൂടി വരികയാണ്. ഓക്കെ. അപ്പം നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഇഷ്ടംപോലെ നമ്മളെ എസ്പെഷ്യലി കേരളം, ബാക്കിയുള്ള സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് കേരളത്തിൽ പ്രായ ആൾക്കാരുടെ നമ്പർ വളരെ കൂടുതലാണ്. അപ്പം വളരെ പ്രായമുള്ള ആൾക്കാർക്കാണ് അസുഖങ്ങളും കൂടുതൽ. ICUയിൽ എത്തുന്നതിൽ ഒരു വലിയൊരു ഭാഗം പ്രായ ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ വെരി സീരിയസ് ആയിട്ടുള്ള അസുഖം, ആക്സിഡന്റ് വരുന്ന ആൾക്കാർ, അതും ഒരുപാട് കാലത്തെ വെന്റിലേറ്റർ സപ്പോർട്ട് വേണ്ട ആൾക്കാരായിരിക്കും എല്ലാം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർക്ക് ആ അസുഖം വളരെ സീരിയസ് അസുഖം റിക്കവർ ചെയ്യാനും അത്രയും സമയം എടുക്കും. ഓക്കെ. ചിലവർ ഇതിന്റെ ഇടയിൽ കുറച്ച് വീക്കാവും. അപ്പൊ ഇതെല്ലാം ആകുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് കുറച്ചധികം വേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ അവരെ സക്സസ്ഫുൾ ആയി ശരിയാക്കി എടുക്കണമെങ്കിൽ വളരെ കോർഡിനേറ്റഡ് മിസ്റ്റേക്സുകൾ ഏറ്റവും മിനിമൈസ് ചെയ്തിട്ടുള്ള മിസ്റ്റേക്കുകളല്ല, ഏറ്റവും കൃത്യമായ ട്രീറ്റ്മെന്റ്, വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും തെറ്റൊന്നും വരുത്താതെ അവർ ട്രീറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് രക്ഷപ്പെട്ടു വരാൻ പറ്റൂ. അപ്പോൾ ഒരു വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് കൊടുത്താൽ മാത്രമേ ഈ പേഷ്യൻസ് ഒക്കെ രക്ഷപ്പെടും. കണ്ടിന്യൂസ് ആയിട്ട് ഒരു മോർ ദാൻ 2 വീക്സ് ഒക്കെ വെന്റിലേറ്ററിലുള്ള പേഷ്യന്റിന് വളരെ കുറച്ച് കഴിയുന്ന സമയത്ത് ഉണ്ടാകുന്ന മറ്റ് ബുദ്ധിമുട്ടുകൾ എന്താണെന്നുണ്ട്? ഫോർ എക്സാമ്പിൾ നമ്മൾ ന്യൂമോണിയ എന്നൊക്കെ പറയാറുണ്ട്. ഹൗ ടു ഹാപ്പൻ? സാധാരണ ഒരു 48 മണിക്കൂറിന്റെ മേലെ വെന്റിലേറ്ററിൽ ട്യൂബിട്ട് കിടക്കുന്ന രോഗികൾക്ക് തന്നെ ന്യൂമോണിയന്റെ റിസ്ക് വന്നു തുടങ്ങും. അവർ ഒന്നാമതായിട്ട് ഡിപ്പെൻഡ്, നമ്മളെപ്പോലെ എഴുന്നേറ്റ് നടക്കുകയോ അല്ലെങ്കിൽ അവർ ചുമച്ച് കബെടുക്കാനുള്ള അവരുടെ റിഫ്ലെക്സ് ഒന്നും, നമ്മൾ കോഫ് റിഫ്ലെക്സ് തന്നെ പറയും, ചുമക്കാനുള്ള റിഫ്ലെക്സോ അതൊന്നും നോർമൽ ആയിരിക്കില്ല. അവരുടെ അബോധാവസ്ഥ കാരണം അല്ലെങ്കിൽ ബാക്കിയുള്ള മറ്റു അസുഖങ്ങളൊക്കെ കാരണം, സ്ട്രോക്ക് പോലെ തലച്ചുകൊണ്ട് ബാധിക്കുന്ന അസുഖങ്ങൾ കാരണമെല്ലാം
പിന്നെ അങ്ങനെയുള്ളവർ ഒരു 48 hours കഴിയുമ്പോൾ തന്നെ അവർ ആ റിസ്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. ഈവൻ ചില ഹെൽത്തി പേഷ്യൻ്റ് ആണെങ്കിൽ പോലും ആഫ്റ്റർ 48 hours എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ ന്യൂമോണിയ ഓക്കെ കണ്ടു. അപ്പോൾ യൂഷ്വലി നമ്മളൊരു ആദ്യത്തെ ഒരാഴ്ചക്കുള്ളിൽ ഒരു 7 to 10 daysനുള്ളിലാണ് നമ്മൾ സമയം പറയാം. പേഷ്യൻ്റ് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആദ്യത്തെ സ്റ്റെപ്പ് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുക എന്നുള്ളത് തന്നെയായിരിക്കും. കാരണം ഏതൊരു ലൈനും ട്യൂബും ശരീരത്തിൽ കിടന്നാലും ഇൻഫെക്ഷൻ റിസ്ക് ഡെഫിനറ്റ്ലി ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ സ്റ്റെപ്പ്. പക്ഷെ അതിന് രോഗീൻ്റെ അസുഖം അതിനനുസരിച്ച് പ്രതികരിച്ച് വരണം, രോഗിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട് വരണം. അങ്ങനെ ഇല്ലാത്ത രോഗികൾ നമ്മൾ മുൻകൂട്ടി കാണുകയാണ് ഈ രോഗി ഒരുപാട് സമയം എടുക്കും റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ തലച്ചോറ് സീരിയസ് ആയിട്ടുള്ള പരിക്ക്, വലിയ ബ്ലീഡിങ്, സ്ട്രോക്ക്, അല്ലെങ്കിൽ ഈ സീരിയസ് ആയിട്ടുള്ള അണുബാധയെല്ലാം വന്നിട്ട് നല്ല മസിലിനും നെർവ്സിനൊക്കെ ഞരമ്പുകൾക്കെല്ലാം ശക്തമായ വീക്ക്നെസ് വന്ന പേഷ്യൻസ്, അവരൊക്കെ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് ഒരു 7 ദിവസത്തിനുള്ളിലൊക്കെ വെന്റിലേറ്ററിൽ മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറാണ് ട്രക്കിയോസ്റ്റമി എന്ന് പറയാം. അതും ന്യൂമോണിയൻ്റെ അതും കുറച്ചും കൂടെ പേഷ്യൻറ്റിനെ എഴുന്നേൽപ്പിച്ചിരുത്തുക. നമ്മളിത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യത്തെ ഒരു 2 ദിവസം കഴിഞ്ഞ് പേഷ്യൻറ്റ് സ്റ്റേബിൾ ആകുമ്പോൾ തന്നെ ഈ പറഞ്ഞ ന്യൂമോണിയ പോലെയുള്ള കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങും. അത് ഇപ്പോൾ സെക്ഷൻ ചെയ്യുന്നതിന് പകരം കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് ചെയ്തില്ല കിട്ടുന്നത്. അത് നമുക്ക് എന്താ വെച്ചാൽ ട്യൂബ് ഈ വലിയൊരു ട്യൂബിനെ മാറ്റി ചെറിയ ട്യൂബാക്കാം എന്നുള്ളതാണ് ട്രക്കിയോസ്റ്റമിയുടെ ഗുണം. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു മെഷീൻ വെന്റിലേറ്ററിൽ നിന്നുള്ള സപ്പോർട്ട് നമുക്ക് കുറച്ച് ചെറിയ മെഷീൻ, പോർട്ടബിൾ മെഷീൻ അല്ലെങ്കിൽ TPs എന്ന് പറയും. ഈവൻ ഒരു ട്യൂബ് മാത്രം മതി. 2 ട്യൂബിലൂടെ നമുക്ക് സെക്ഷൻ ചെയ്യാൻ പറ്റും. പക്ഷെ വലിയ ട്യൂബ് ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ബൗണ്ടാണ്, വെന്റിലേറ്ററിൽ ICU തന്നെ ഇങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ട്രക്കിയോസ്റ്റമി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് പേഷ്യന്റിനെ മൂവ് ചെയ്യാനും ICU പുറത്തേക്ക് മാറ്റാൻ, റൂമിലേക്ക് മാറ്റാൻ, ഡെയിലി ചെയറിലേക്ക്, ഈവൻ വിത്ത് വലിയ ട്യൂബ് തന്നെ നമ്മൾ ഡെയിലി ചെയറിലേക്ക് ഇരുത്തുക, ഫിസിയോതെറാപ്പി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഈ ന്യൂമോണിയയിൽ പ്രിവെന്റ് ഓക്കെ. സി ഡോക്ടർ, ഞാനതൊരു കോമൺ ആയിട്ടുള്ളൊരു ഡൗട്ടാണ് ചോദിക്കുന്നത്. നമ്മളിപ്പോൾ സാധാരണ ICU ഡോക്ടേഴ്സ്, ടീം ഓഫ് ഡോക്ടേഴ്സ് ഓൾറെഡി ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫേസാണ് എപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്നത്. അതർ ചലഞ്ചസ് ഉണ്ടായിരുന്നു വരുന്നത് നമ്മൾ ഈ സാധാരണ ICU പേഷ്യൻറ്റിന്. കാരണം ഇപ്പോൾ നേരത്തെ ബൈസ്റ്റാൻഡേഴ്സും, കാരണം എപ്പോഴും നമ്മൾ ഒരു ബൈസ്റ്റാൻഡറിന് ഹാപ്പി ആയുള്ള ന്യൂസാണ് അപ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യൽ. അൺഫോർച്ചുനേറ്റ്ലി ഡോക്ടേഴ്സിന് അങ്ങനെ ഒരു ഹാപ്പി ന്യൂസ് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനും ആയിരിക്കില്ല. അങ്ങനെ ഉണ്ടാകുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്? അതായത് ഇപ്പോൾ ICU എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു നെഗറ്റീവ് ഇതാണ്. ആകെ എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ തന്നെ പോസിറ്റീവായിട്ട് വരുന്ന ആകെയുള്ള ഒരു പോസിറ്റീവ്സ് ആണ് പ്രഗ്നൻസി, ഡെലിവറി. അതൊഴിച്ച് ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് ICU ആകുമ്പോൾ അതിന്റെ ആ നെഗറ്റിവിറ്റി ഒന്നുകൂടി വർദ്ധിക്കും. അതിൽ തന്നെ ഈ വെന്റിലേറ്ററി സപ്പോർട്ട്, ഇങ്ങനെയുള്ള ട്യൂബുകളിലുള്ള ഈ അവയവ സപ്പോർട്ട്, ഓർഗൻ സപ്പോർട്ട് എന്ന് പറയും. ഇപ്പൊ അങ്ങനെയുള്ള മെഷീൻസ്, ഇപ്പൊ വെന്റിലേറ്റർ, ഡയാലിസിസ് എന്നെല്ലാം പറയുമ്പോൾ ആ മോർട്ടാലിറ്റി റിസ്ക്, മരണസാധ്യത കൂടാണ്. ആ ഇത് പറയുമ്പോൾ നമുക്ക് ഒന്നാമത്തത് നമ്മുടെ ഒരു ഫാമിലിയുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഒന്ന് നമ്മുടെ ഇവര് പുറത്താണ് നിൽക്കുന്നത്, ഏറ്റവും വലിയ വ്യത്യാസം അതാണ്. നമുക്കിപ്പോൾ സാധാരണ റൂമിലാണെങ്കിൽ പോലും അവർ ഇപ്പം റൂമിൽ അഡ്മിറ്റ് ചെയ്യുന്ന രോഗികളാണെങ്കിൽ റൂമിൽ നമുക്ക് ബൈസ്റ്റാൻഡർ ഉണ്ട്, അവർക്ക് കൂടെ നിൽക്കാം, അവർക്ക് അറിയാം എന്താ സംഭവിക്കുന്നത്, അവർക്ക് നേരെ കണ്ണോട് കാണാണ് എന്താ സംഭവിക്കുന്നത്. ICUലാകുമ്പോഴുള്ള പ്രശ്നം നമ്മൾ ഈ ഗാഡ്ജറ്റ്സും ഇതെല്ലാം ഉള്ളത് മോണിറ്ററിങ്ങിലായതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ എന്നുള്ള പല ഇതിലും നമ്മൾ ആക്ച്വലി അവരെ നമ്മൾ ഫാമിലിനെ ആകെ 1 or 2 തവണയാണ് മാക്സിമം അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും, 5 to 10 minutes. ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ പരിമിതി, ഏറ്റവും വലിയ പ്രോബ്ലംസും അതാണ്. കാരണം ഇതിൻ്റെ ഇടയിൽ പല ട്രാൻസ്പെറൻസി, ഇത് കണ്ണ് കൊണ്ട് കാണാത്തതുകൊണ്ട് നമുക്ക് തന്നെ അറിയാം ഈ മരുന്ന് ശരിക്കും കൊടുത്തിട്ടുണ്ടോ, ഇത്ര ഗ്ലൗ ഉപയോഗിച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ള പല വരാം. ആൻഡ് എപ്പോഴെങ്കിലും നമുക്ക് ഈ നമ്മൾ പറഞ്ഞ പോലെ എക്സ്പെക്ട് ചെയ്യുന്നത് എപ്പോഴും പോസിറ്റീവാണ്, ശരിയാവുന്നുണ്ട്, നന്നാവുന്നുണ്ട്. പക്ഷെ എപ്പോഴും അങ്ങനെ ആയിരിക്കില്ല, പലപ്പോഴും നെഗറ്റീവ് ന്യൂസ് വരും. അപ്പോൾ ആ ഒരു ട്രസ്റ്റിന്റെ ഒരു പ്രോബ്ലം, അങ്ങനെയുള്ള പല പ്രോബ്ലംസും നമ്മൾ ഫാമിലി കമ്മ്യൂണിക്കേഷൻ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അതിൽ ചില കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രോപ്പർ അപ്ഡേഷൻ ഉണ്ടാവും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം 2 നേരം ഒരു അപ്ഡേഷൻ ഉണ്ടാവും. അത് കൂടാണ്ട് ഇവർ കാണുന്ന സമയത്ത് യൂഷ്വലി ഇവർ നമ്മുടെ നഴ്സിംഗ് ടീമായിട്ടും റെസ്പിറേറ്ററി തെറാപ്പി ടീമായിട്ടും നമ്മുടെ സോഷ്യൽ വർക്കറായിട്ടെല്ലാം ഒരു ഇൻട്രാക്ഷൻ എപ്പോഴും ഉണ്ടാവും. നമ്മൾ കഴിയുന്നത് ഒരു റാപ്പോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്, അവരെ മനസ്സിലാക്കാൻ വേണ്ടി. പിന്നെ അറിയാമല്ലോ നമ്മുടെ ഏത് ഹോസ്പിറ്റലാകുമ്പോൾ ഇതുപോലുള്ള ഹൈ എൻഡ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ കോസ്റ്റും ഒരു ബർഡൻ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആസ് എ ഹ്യൂമൻ നമുക്കൊരു ഹ്യൂമാനിറ്റി ഇൻ ICU എന്ന് പറയുന്ന ഒരു വലിയ ടോപ്പിക് തന്നെ. നമ്മുടെ ഒരു മെഡിസിൻ എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആണോ? മെഡിസിൻസ് എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട്, ടെക്നിക്കൽ സപ്പോർട്ട്. ഇപ്പോൾ നമ്മൾ ഐഫോണും നമ്മുടെ ഒരു സാധാരണ ഒരു നോർമൽ ഫോണും വെച്ച് നോക്കുകയാണെങ്കിൽ ആ ടെക്നോളജി നമ്മൾ കൂടുന്തോറും നമുക്ക് ഡെഫിനറ്റ്ലി കോസ്റ്റ് കംസ് വിത്ത് ഇറ്റ്.
അപ്പോൾ അതാണ് നമുക്ക് ഈ പറഞ്ഞ മോണിറ്ററിംഗ് എല്ലാം ചെയ്യേണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രെയിനിൻ്റെ മോണിറ്ററിംഗ്, റെസ്പിറേറ്ററി, ഇപ്പോൾ വെന്റിലേറ്ററി മോണിറ്ററിംഗ് കൂടാണ്ട് തന്നെ നമുക്കിപ്പോൾ പുതിയ പല മെഷീൻസ് എല്ലാം ഉണ്ട്, ഇൻഹേൽ നൈട്രിക് ഓക്സിജൻ. ഇതിൻ്റെ എല്ലാം മെഷീൻസ് തന്നെ കോസ്റ്റ്ലി ആണ്. പിന്നെ ഇത് മോണിറ്റർ ചെയ്യാൻ, ഇത് വർക്ക് ചെയ്യിപ്പിക്കാണ്ട് നമുക്ക് ഒരു ടെക്നിക്കൽ ഹെൽപ്പ് വേറെ. ഇപ്പം ഇത് ഇങ്ങനെയുള്ള മാൻ പവറും ഇതും വരുന്നത് കൊണ്ടാണ് ഇത് കോസ്റ്റ്ലി ആവുന്നത്. പിന്നെ അതുകൂടാണ്ട് ഇപ്പം നമ്മുടെ ഇന്ത്യയിലുള്ള മാനുഫാക്ചറിങ് വരാം, മോസ്റ്റ്ലി ഇമ്പോർട്ടഡ് മെഷീൻസും അങ്ങനെയുള്ള കാര്യം. അപ്പം ഇതെല്ലാം നമ്മുടെ കോസ്റ്റിനെ വല്ലാതെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നാ സാർ നമ്മളിപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഏജ്ഡായ ഒരു പേഷ്യൻ്റാണ്, കണ്ടിന്യൂസും പിന്നെ വെന്റിലേറ്ററിലാണ് പോകുന്നത്. അതിൻ്റെ സ്കോപ്പ് എന്നത് ഇപ്പം പിന്നെ നമുക്കൊരു ട്രൂലി സംസാരിക്കുകയാണ് ബൈസ്റ്റാൻഡേഴ്സിനോട്, നമുക്ക് വളരെ ഓപ്പൺ ആയിട്ട് നമുക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റില്ല. കറക്റ്റ്, വളരെയധികം ഇത് ഏറ്റവും വളരെ മിസ്അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രഷൻ ഉണ്ട് എല്ലാ അസുഖങ്ങൾ കൊണ്ട് നമ്മളുടെ ലൈഫിനുണ്ട്. നോർമൽ എല്ലാവരും നാച്ചുറലി ആ ഒരു ഇത് വരും. അപ്പം നമ്മൾ ഐസിയുയിൽ ചെയ്യുന്ന മിക്കവാറും കാര്യങ്ങൾ പുറമേ നിന്ന് ഒരാൾക്ക് നോക്കിയാൽ വളരെ അൺനാച്ചുറലായിരിക്കും. നമ്മൾ ഈ സപ്പോർട്ട് ചെയ്യുന്നത് വായിലെ ട്യൂബ് കടത്തുന്നു, താഴെ കൂടെ ട്യൂബ് കടത്തുന്നു, സൈഡിലൂടെ ട്യൂബ്, ആ മെഷീന് പല പല മരുന്നുകൾ, ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ അത് പലപ്പോഴും ആ രോഗിയുടെ തൽക്കാലത്തെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കാം. പക്ഷേ പല കേസിലും ഒരു നാച്ചുറലി നമ്മളുടെ പ്രായം കാരണം വരുന്ന അസുഖങ്ങൾക്ക് ഇതൊന്നും കൊടുത്തുകൊണ്ട് നമുക്ക് ആളെ രക്ഷിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം ആൾക്കാരെ പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ അസസ് ചെയ്ത് തീരുമാനിക്കും. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇട്ടതുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ മുന്നിൽ വരുന്ന ഈ രോഗിക്ക് പഴയ ലൈഫിലേക്ക് തിരിച്ചു പോകാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി ഒരു ഡിക്ലൈനിങ് സ്റ്റേജിലുള്ള രോഗിയാണെങ്കിൽ നമ്മൾ ഇതെല്ലാം ചെയ്താലും അവസാനം ആൾക്ക് ഒരു ഈവൻ മോശമായിട്ടുള്ള ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിലേക്കാണ് നമുക്ക് ആളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റാന്നാണ് നമുക്ക് തോന്നുന്നെങ്കിൽ നമ്മൾ ഇതൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അത് നമ്മൾ പേഷ്യൻസിന് അസസ് ചെയ്യും, ഫാമിലിയോട് ചോദിക്കും, എന്താണ് ഈ പേഷ്യന്റിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അവർക്കുള്ള ഫാമിലിയുടെ എക്സ്പെക്ടേഷൻസ് ഒക്കെ മനസ്സിലാക്കിയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യാം ഏതൊക്കെ ലെവൽ ട്രീറ്റ്മെന്റ് ഈ പേഷ്യന്റിന് കൊടുക്കണം. അത് നമ്മൾ ചെയ്യുന്ന കാര്യം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതിനെ കൊണ്ട് ആൾക്കും ബെനിഫിറ്റ് ഇല്ല എങ്കിൽ നമ്മൾ എന്തായാലും അവഗണിക്കും. ക്ലിയർലി നമുക്ക് ഉറപ്പാണ് ഇത് ചെയ്താൽ പുള്ളി രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്, എന്നാൽ മാത്രമേ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ഡേഷൻ കൊടുക്കും. അത് പേഷ്യന്റിനോ അല്ലെങ്കിൽ ഫാമിലിക്കോ ആണ് അതിൽ തീരുമാനിക്കാനുള്ള അവകാശം. ഇതില് നമ്മുടെ നമ്മുടെ രോഗികളുടെ ബന്ധുക്കളോടുള്ള ഒരു ഇതാണത്. നമ്മളെപ്പോഴും ഈ രോഗികളുടെ ബന്ധുക്കളോട് ചോദിക്കുമ്പോൾ അവരുടെ ആഗ്രഹങ്ങളാണ് പറയുന്നത്. അവർക്ക് നമ്മുടെ ഈ രോഗിനെ കാണണം എന്നുള്ള, അല്ലെങ്കിൽ ജീവനോടെ ഉണ്ടാവണം എന്നുള്ള ഒരു ചെറിയൊരു സ്വാർത്ഥ താല്പര്യം എന്നാണ് പറയാം. അതിലാണ് നമ്മൾ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. പക്ഷെ നമ്മൾ ആ ഡിസ്കസ് ചെയ്യുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രോഗി അവിടെ ICUയിൽ കിടക്കുന്ന സമയത്ത് പലപ്പോഴും അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് അവരുടെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. നമ്മൾ അതിന് എന്താ പറയാ, ആ രോഗിയുടെ താല്പര്യങ്ങളാണ് നമ്മൾ അവിടെ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ചില രോഗികളുണ്ടോ വളരെ ക്ലിയർ ആയി എന്നെ വെന്റിലേറ്ററിൽ ഇടരുത്, എന്ത് കാരണവശാലും ചെയ്യരുത് എന്ന് പറഞ്ഞ ആള്, അല്ലെങ്കിൽ എന്നെ ഒരിക്കലും കിടക്കാൻ ഇങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ആസ് എ ഡോക്ടർ നമ്മൾ ആ ഒരു സിറ്റുവേഷനിലായിരിക്കും നമ്മൾ കാണുന്നത്. നമുക്കറിയില്ല ഈ ഇൻഡിവിജ്വൽ എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ആ ഒരു ഐഡിയ ആണ് ആക്ച്വലി ഫാമിലി നമുക്ക് തരേണ്ടതും. അതിനെ ബേസ് ചെയ്തിട്ട് ആ ഇൻഡിവിജ്വലിന്റെ ആഗ്രഹങ്ങൾ എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്. അതൊരു കോംപ്ലിക്കേറ്റഡ് സ്റ്റേജ് അല്ലേ സാർ? വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ ഒരു ഈസി ആയിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് അല്ലല്ലോ. ഓക്കെ, ലീഗാലിറ്റിയിലും ഇതിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്താണ് ചെയ്യുന്നതിനെ പറ്റി ഒരു ക്ലിയർ ലോസ് ഇല്ല. അതിന്റെ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട്. എന്നാലും വെസ്റ്റേൺ സൊസൈറ്റിക്കുള്ള മാതിരി ഒരു ക്ലിയർ ആയിട്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ലീഗൽ ഇത് ഇല്ല. അതൊരു ബ്ലർഡ് ആണ്, ലൈൻ കുറച്ചൊരു എന്താ പറയാ, ബ്ലർഡ് ഓഫ് ഒരു ഇതുണ്ട്. ഡിസിഷൻ നമുക്ക് ചിലപ്പോൾ നെയ്ബർ ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ക്ലോസ് റിലേറ്റീവ്സ് ആവാം. ഒരു എത്തിക്കൽ ക്വസ്റ്റ്യൻ ആണോ എന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ സാധാരണ പിന്നെ ഈ പറയുന്ന ബൈസ്റ്റാൻഡേഴ്സോ എല്ലാവരും മകളോ മകനോ ഒക്കെ വിദേശത്തായിരിക്കും, പേഷ്യൻ്റ് വെന്റിലേറ്ററിലായിരിക്കും. ഓക്കെ, സ്വാഭാവികമായിട്ടും അവർ വരാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ വെന്റിലേറ്റർ റിമൂവ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ്. നമ്മൾക്കത് കേട്ടതൊക്കെ അല്ലാതെ അതിനൊരു എക്സ്പ്ലനേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. ആ ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് അതെങ്ങനെയായിരിക്കും തന്നെ? ഫോർ എക്സാമ്പിൾ അത് ഡോക്ടേഴ്സാണോ ചെയ്യുന്നത്, അതല്ല അതിൻ്റെ അസിസ്റ്റൻസ് ആണോ? അങ്ങനെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് തന്നെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, ഹിയറൻസ് ആയിട്ട് കേട്ടിട്ടുണ്ട്, അവരെ മകൻ വരാൻ കാത്തു നിൽക്കുകയാണ്. മകൻ വരാൻ കാത്തു നിൽക്കുക, മകൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നമ്മളത് ഫില്ല് ചെയ്ത് എങ്ങനെയാണോ ആ വെന്റിലേറ്റർ റിമൂവ് ചെയ്തു എന്നാണ് അതെ ആ പ്രോസസ് ഒന്ന് പറയാം. വെന്റിലേറ്റർ മാറ്റുക, അതായത് മാറ്റുക എന്നുള്ളത് ബേസിക്കലി ബ്രെയിൻ ഡെത്ത് സംഭവിച്ചാൽ മാത്രമാണ് നമുക്ക് ലീഗലി നമുക്ക് ഇന്ത്യയിലുള്ള ഇത് വെച്ചിട്ട് ലോകത്ത് എവിടെയാണെങ്കിലും ബ്രെയിൻ ഡെത്ത് സംഭവിച്ചാലാണ് നമുക്ക് വെന്റിലേറ്റർ
മാറ്റുന്നത്. ബ്രെയിൻ ഡെത്ത്, അതായത് ബ്രെയിനിന്റെ യാതൊരു ബ്രെയിൻ സ്റ്റെം ഫംഗ്ഷനും അല്ലെങ്കിൽ നമ്മുടെ നോർമൽ സർക്കുലേറ്ററി ഡെത്ത് എന്ന് പറയുന്ന ഡെത്ത്, നമ്മുടെ ഹാർട്ട്. ഒരു ഡൗട്ട് സാർ, ഇപ്പം ബ്രെയിൻ ഡെത്ത് ആണ് മോണിറ്റർ എങ്ങനെയായിരിക്കും സാർ ആ സമയത്ത്? ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞ കാര്യത്തിൽ ചിലപ്പോൾ നമ്മുടെ ഓക്സിജൻ ലെവൽസും ഹാർട്ടും എല്ലാം കൃത്യമായി ഇടിക്കും. ബ്രെയിൻ ഫങ്ഷൻസ്, ബ്രെയിൻ സ്റ്റെം നമ്മുടെ പ്രധാനപ്പെട്ട വെന്റിലേറ്ററി സപ്പോർട്ട് ഉള്ളതുകൊണ്ട് അവർ കാരണം ഈ ബ്രെയിൻ ഡെത്ത് സംഭവിച്ച ആൾക്കാർ ശ്വാസം എടുക്കില്ല. ഹൃദയം ചിലപ്പോൾ അത് ശ്വാസം മാത്രമാണ്, ഹൃദയ ഇടിപ്പ് ഉണ്ടാവും. അപ്പൊ അത് സർക്കുലേറ്ററി ഡെത്തും ബ്രെയിൻ ഡെത്തും എന്ന് പറഞ്ഞിട്ട് രണ്ട് എൻറ്റിറ്റി തന്നെയുണ്ട്. അപ്പോ ന്യൂറോളജിക്കലി ഡിറ്റർമിൻഡ് ഡെത്ത് എന്നായി പറയാം. അപ്പോ ഇത് രണ്ടും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം പല ആൾക്കാർക്ക് അറിയില്ല. ഈ ബ്രെയിൻ ഡെത്ത് സ്ഥിരീകരിക്കേണ്ടെങ്കിൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ ഒരു 2-3 ഡോക്ടർമാർ വിചാരിച്ചാൽ പോരാ. നമ്മുടെ ഗവൺമെന്റ് തന്നെ ഇതിനെ സർട്ടിഫൈ ചെയ്യുന്ന കുറച്ച് ഡോക്ടർമാരുണ്ട്. അതിപ്പോ ചിലപ്പോൾ ഇവിടെയുള്ള ഒരു പേഷ്യന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഗവൺമെന്റിലുള്ള ഒരു ഡോക്ടർ ഉണ്ടാവും, ചിലപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വേറൊരു ടീം, ഒരു ഇൻഡിപെൻഡന്റ് ടീം വന്നിട്ട് അവരെ എക്സാമിൻ ചെയ്തിട്ട് അവർക്കും അത് തോന്നിയാൽ മാത്രമേ നമുക്ക് ബ്രെയിൻ ഡെത്ത് സ്ഥിരീകരിക്കാൻ പറ്റൂ. എന്നാൽ മാത്രമേ ട്യൂബ് എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ബാക്കിയുള്ള വെന്റിലേറ്റർ ഇതാണ് ആക്ച്വലി ഇത് പല പബ്ലിക് അറിയില്ല. അപ്പൊ അവര് ശരിയാവുന്നില്ലല്ലോ ട്യൂബ് ചോദിക്കും. നമ്മൾ ഇതിന് എന്താ പറയാ, ലീഗലായിട്ടും പറ്റില്ല, എത്തിക്കലായിട്ടും പറ്റില്ല. അപ്പൊ കാരണം ഈ ട്യൂബ് മാറ്റുമ്പോൾ അവര് ചിലപ്പം ശ്വാസം കംപ്ലീറ്റ് ശ്വാസം ഇല്ലാത്ത ആള് ഡെഫിനറ്റ്ലി അത് എടുക്കുന്നതിൽ കുഴപ്പമില്ല. ഇപ്പൊ ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്ത് ചില ആൾക്കാർക്ക് ഉണ്ടാവും ആവശ്യത്തിന് ശ്വാസം എടുക്കാൻ പറ്റാത്തത്. അവരും നമ്മൾ മരണത്തിലേക്ക് തള്ളിവിടുന്ന പോലെയാണ് ഈ ട്യൂബ് എടുക്കുക. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും ഇതിന്റെ പേരിൽ എപ്പോഴും ഒരു ചെറിയൊരു ഇഷ്യൂസ് എപ്പോഴും ഫേസ് ചെയ്യുന്നത്. എല്ലാവിധ ഐസിയുലും ഉണ്ടാവും. പിന്നെ കഴിയുന്നതും ഇപ്പോഴത്തെ പുതിയ ലോസ് ഇങ്ങനെ വരുന്നത്, ഇപ്പൊ കർണാടക ഈ അടുത്ത് ഇത് ചെയ്തു, നമുക്ക് വേണമെങ്കിൽ മെഷീനിന് സപ്പോർട്ട് മാറ്റാം എന്നുള്ള നിയമത്തിലോട്ടെല്ലാം വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ഒരു പുരോഗമനം അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിന്റെ ഒരു കാഴ്ചപ്പാടിൽ വ്യത്യാസം വരുമ്പോൾ മെല്ലെ എനിക്ക് തോന്നുന്നു നിയമവും അതിന്റെ വഴിയിൽ മെല്ലെ മാറി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ആ ടീം ഓഫ് ഡോക്ടേഴ്സ് അത് മോണിറ്റർ ചെയ്യില്ല സർ? ഫോർ എക്സാമ്പിൾ ആ ഒരു സിറ്റുവേഷൻ, ഞാനൊരു ഇമാജിനറി ക്വസ്റ്റ്യൻ നമ്മൾക്ക് കേൾക്കാൻ നമുക്കറിയാൻ പാടില്ലാത്തൊരു മേഖലയായിരിക്കും. നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ഉണ്ട്, നമ്മൾ ആ മോണിറ്റർ ഇങ്ങനെ വളരെ സ്ലോ ആയിട്ട് ആ വിബ് ഡൗൺ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും അത് ഡോക്ടേഴ്സ് ഓൾസോ ഹ്യൂമൻ ബീങ്സ്. ഓക്കെ, ആ റിമൂവ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിൽ അതെങ്ങനെയാണ് സാധാരണ ഈ ICU ഫേസ് ചെയ്യുക എന്നുള്ളത്? അതായത് അതില് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഡോക്ടറിന്റെ തീരുമാനമായിരിക്കില്ല. അത് എപ്പോഴും നമ്മളൊരു ടീം ഓഫ് ഡോക്ടേഴ്സ്, ഇന്റൻസീവ് കെയർ, അതുപോലെ അവരെ ട്രീറ്റ് ചെയ്യുന്ന പ്രൈമറി, ഇപ്പോൾ സ്ട്രോക്ക് ആണെങ്കിൽ ന്യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു കാർഡിയോളജിസ്റ്റ്, ഇങ്ങനെയുള്ള ഒരു നമ്മളെപ്പോഴും മൾട്ടി ഡിസിപ്ലിനറി ടീം MDT മീറ്റിംഗ്സ് നടത്തിയിട്ടാണ് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ. MDT മൾട്ടി ഡിസിപ്ലിനറി ടീം ക്രൂഷ്യൽ ഡിസിഷൻ ആണ്. ഫാമിലി ഇൻവോൾവ് ആണ്. അവർക്ക് മനസ്സിലായി, അവർ പറയാണ് ഇനി നമുക്ക് ഇങ്ങനെ നമുക്കൊരു കോമ സ്റ്റേറ്റിൽ ഇങ്ങനെ കിടക്കുന്നതിൽ കാര്യമില്ല. ഇതെല്ലാം ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എസ്കലേറ്റ് ചെയ്യില്ല. അപ്പോഴും നമ്മൾ ട്യൂബ് മാറ്റാന്നുള്ള കാര്യമല്ല ചെയ്യുക. നമ്മൾ ഇപ്പൊ ഓക്സിജൻ ലെവൽസ് കുറഞ്ഞാൽ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഓക്സിജൻ കൂട്ടി വെച്ചാൽ ഓക്സിജൻ കൂടി വരും. ബ്ലഡ് പ്രഷർ കുറയുമ്പോൾ ബ്ലഡ് പ്രഷറിന്റെ കൂടാനുള്ള മരുന്ന് കൊടുത്താൽ അപ്പൊ ആ ഒരു എസ്കലേഷൻ നമ്മൾ ഒഴിവാക്കുകയും ചെയ്യാം. മറ്റേ ഇതുമാതിരി നമ്മൾ മാറ്റുകയോ അല്ലെങ്കിൽ കുറക്കുകയോ ചെയ്യില്ല. യൂഷ്വലി നമ്മൾ ഡു നോട്ട് എസ്കലേറ്റ് എന്നാണ് പറയാം. നമ്മൾ മുകളിലോട്ട് ഇങ്ങനെ ഈ സപ്പോർട്ട് കൂടില്ല. അപ്പൊ നമ്മൾ ആ നാച്ചുറൽ ഡെത്തിന് നാച്ചുറൽ പ്രോസസ്, നാച്ചുറൽ ഇതെന്ന് പറയും, സ്ലോലി അതിലോട്ട് നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് അവരെ ഇത് ചെയ്യില്ല. ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി മരണമാണ്. കൺഫർമേഷൻ ഓഫ് ബ്രെയിൻ ഡെത്ത്, നമ്മൾ മരണം കൺഫേം ചെയ്യുന്നതാണ്. മരണം ആ പോയിന്റിൽ ആള് മരണപ്പെട്ടു എന്നാണ് അതിന്റെ മീനിങ്. പിന്നെ വെന്റിലേറ്റർ മാറ്റിയിട്ട് സർക്കുലേറ്ററി ഡെത്ത് കൂടി സംഭവിക്കുന്നുള്ളൂ. അതിൽ ഇറ്റ് ഡസന്റ് മാറ്റർ, ഓൾറെഡി ആള് മരിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് പ്രശ്നം വരില്ല. വൺസ് ബ്രെയിൻ ഡെത്ത് കൺഫേം ആയി കഴിഞ്ഞാൽ ഊരുന്നത് അത് നാച്ചുറലാണ്. അതിന് വേറൊന്നും പ്രശ്നമില്ല. മരണം ഇപ്പൊ 2 തരം ഉണ്ട്. സർക്കുലേറ്ററി ഡെത്ത് ആണ് നമുക്ക് എല്ലാ ആൾക്കാർക്കും അറിയുന്നത്. ഈ ന്യൂറോളജിക്കലി ഡിറ്റർമിൻഡ് ഡെത്ത് എന്ന് പറയുന്നതാണ് നമ്മൾ ഈ ബ്രെയിൻ ഡെത്ത് എന്ന് പറയുന്നത്. സാധാരണ ഈ മോഡേൺ മെഡിസിൻ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ICU വരുന്ന അപ്ഡേഷൻ എന്തൊക്കെയാണ് ഇപ്പോൾ? ICU ഇപ്പം നമ്മൾ ഏറ്റവും റീസെന്റ് ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹ്യൂമാനിറ്റേറിയൻ കൺസേൺസ് ഇൻ ICU പലപ്പോഴും നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ഈ ഒരു ട്രാൻസ്പെറൻസി പ്രോബ്ലംസും അവരുടെ കമ്മ്യൂണിക്കേഷൻ, ഒരു റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ നടക്കില്ല. ഇമ്മീഡിയറ്റ്ലി നടക്കുമ്പോൾ തന്നെ ചിലപ്പോൾ എമർജൻസി എന്ന് പറഞ്ഞു.
അപ്പോൾ ഇതെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ട്രാൻസ്പെറൻസി, അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയുക, പുറത്ത് നിൽക്കുന്ന ഫാമിലി, അകത്ത് ഇരിക്കുന്ന പേഷ്യന്റ് ഇപ്പം സംസാരിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ തരത്തിലുള്ള വെന്റിലേറ്ററി സപ്പോർട്ടിലാണെങ്കിൽ സംസാരിക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു രോഗിക്ക് വളരെ വേണ്ടപ്പെട്ടവരെ വിട്ടു നിൽക്കുന്ന ഒരു ഈ ഒരു 5 മിനിറ്റ് 24 hours കിട്ടുന്ന ഒരു ഇത് മാറ്റി നമ്മളിപ്പോൾ ഒരു ICU സ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് അതെന്താ വെച്ചാൽ നമുക്ക് രോഗിയുടെ കൂടെ ഫാമിലി, ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫാമിലി മെമ്പർ 1-2 പേർക്ക് കഴിയുന്നതും ഒന്നാണ്. ഇപ്പം ഡിപ്പെൻഡിങ് അപ്പോൺ അവരുടെ സിറ്റുവേഷൻസും ചിലപ്പോൾ ഇൻഫെക്റ്റീവ് ഇപ്പം എന്തെങ്കിലും ഇൻഫെക്ഷനുള്ള ഇപ്പോൾ കോവിഡ് പോലത്തെ കാര്യം അങ്ങനത്തെ ആണെങ്കിൽ ചിലപ്പം പറ്റിയിരുന്നു വരില്ല. പക്ഷേ ബാക്കിയുള്ള അസുഖങ്ങൾ, ഇപ്പോൾ ഹാർട്ടിൻ്റെ പ്രശ്നമോ സ്ട്രോക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള അസുഖങ്ങളിലുള്ള രോഗികൾക്കെല്ലാമാണെങ്കിൽ നമുക്ക് രോഗിയുടെ ഫാമിലി, ക്ലോസ് ഫാമിലിയെ കൂടെ നിർത്താൻ, അതായത് മോസ്റ്റ് ഓഫ് ദ ടൈംസ് എക്സെപ്റ്റ് നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രൊസീജിയറുകൾ ചെയ്യുക, കാണാൻ അവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യങ്ങൾ, അതെല്ലാം ഒഴിച്ച് ബാക്കിയുള്ള എപ്പോഴും നമ്മൾ അവരെ ഈ ട്രീറ്റ്മെന്റിന്റെ ഭാഗമാക്കണം. നമ്മൾ ശരിക്കും ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഭാഗം എന്ന് പറയുന്നത് സാധാരണ ICUയിൽ കിട്ടുന്നില്ല, കാരണം അവർക്ക് ഈ അപ്ഡേഷൻ മാത്രമേ കിട്ടൂ. അപ്പൊ ഇത് റിയൽ ടൈമിൽ അവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ നമ്മൾ റൂമിലുള്ളതുപോലെ അവർക്ക് കൊടുക്കുന്ന കെയറുകളും കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കാനും അതുപോലെ അവരൊന്ന് സാന്ത്വനിപ്പിക്കാനും ഈ പറഞ്ഞ നമ്മുടെ പേഷ്യന്റ് ഫാമിലിക്ക് കൂടെ ഫാമിലിക്കും പേഷ്യന്റ് ഇപ്പൊ സംസാരിക്കാൻ പറ്റുന്ന കോൺഷ്യസ് ആയ പേഷ്യന്റാണ്, അത് കുറച്ചും കൂടി അവർക്ക് വളരെയധികം അത് ഹെൽപ്പ് ചെയ്യും. ആ ഒരു ഇത് മനസ്സിലാക്കിയിട്ട് നമ്മളിങ്ങനെ ഒരു സ്യൂട്ട് എന്നുള്ള ഒരു കൺസെപ്റ്റ്, ഇത് ആക്ച്വലി ഇന്ത്യയിൽ ഇല്ലാന്നേ പറയാൻ പറ്റുള്ളൂ. പുറത്തെ രാജ്യങ്ങളിൽ ഇത് പണ്ട് മുതലേ ഉള്ള കൺസെപ്റ്റ് ആണ്. ഇപ്പോൾ നോർത്ത് അമേരിക്കയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും മോസ്റ്റ് ഓഫ് ദ ICUs അവർ ഫാമിലി ക്ലോസ് മെമ്പർ, നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോൾ ആണ് എപ്പോഴും നമ്മൾ ഇത് അത് കുറേ പല ആൾക്കാർ വരുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഒരാളിപ്പം അത് ഈ ഇൻഫെക്ഷൻ കൺട്രോൾ ഇതെല്ലാം ചെയ്തിട്ട് നമ്മുടെ കൈ കഴുകുകയും അതുപോലെ മാസ്ക് ധരിക്കുകയും അങ്ങനെയുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ് എടുത്തിട്ട് അകത്ത് ഇരിക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു നമ്മളൊരു സ്ക്രീനിങ് ടൂളും ഉണ്ടാവും. നമ്മൾ യൂഷ്വലി അവർക്ക് പനിയിട്ടും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സ്ക്രീൻ ചെയ്തിട്ടാണ് അവർക്ക് വേറെ അസുഖങ്ങൾ, കാരണം ഈ ഫാമിലി മെമ്പറിന് വേറെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കും ഈ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രിക്കോഷൻസ് എടുത്തിട്ട് അവർക്ക് അകത്ത് നിൽക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം. ഇതാണ് നമ്മുടെ യൂണിറ്റിൽ റീസെന്റ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മളിപ്പം ICUയിലെ ഡോക്ടേഴ്സിൻ്റെ, അതായത് ICU ഡോക്ടേഴ്സ് ആ ICU എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നത്, അതിൽ നടക്കുന്ന പ്രൊസീജിയർ, അവിടെ കൊടുക്കുന്ന മെഡിസിൻ, ആ വിഷയങ്ങളൊക്കെ ആണെന്നുള്ള പറയുന്നത്. ഇപ്പം അതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മറ്റൊരു വിഭാഗമാണ് നേഴ്സിംഗ്. അതായത് നേഴ്സിംഗ് കെയർ എന്ന് പറയുന്നത് അതൊരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിപ്പം പിന്നെ പേഷ്യൻറ്റ് സ്റ്റേബിളായിട്ട് റൂമിലായാലും ശരി, പ്രത്യേകിച്ച് ICUയിൽ, ഈ ICUയിലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് നമ്മൾ ഈ നേഴ്സിംഗ് കെയർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഏത് രീതിയിലാണ്? നമുക്കൊക്കെ അറിയാം, സാധാരണ നേഴ്സസ് എന്ന് പറയുന്നത് നമ്മളിപ്പം അവർക്ക് ഇഞ്ചക്ഷൻ ചെയ്ത് കൊടുക്കും, BP നോക്കും, പിന്നെ അത്യാവശ്യം മെഡിസിൻ കൊടുക്കും, ഇതൊക്കെയാണ് ഒരു നേഴ്സസിൻ്റെ റോൾ. പക്ഷേ അതിനപ്പുറത്ത് ഈ നേഴ്സിംഗ് കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒഴിച്ചുകൂടാൻ പറ്റുന്ന കാര്യമാണ് നേഴ്സിംഗ് കെയർ എന്നുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു രോഗീൻ്റെ കൂടെ ചിലവഴിക്കുന്നതും നേഴ്സുമാരായിരിക്കും. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള, അതായത് ബേസിക് ഒരു പേഷ്യൻറ്റിൻ്റെ ഭക്ഷണം മുതൽ അതിൻ്റെ ഹൈജീനിക് കെയർ വരെ നമ്മൾ ചെയ്യുന്നത് നേഴ്സുമാരാണ്. പിന്നെ ബാക്കി മെഡിസിൻസ് കാര്യങ്ങളെല്ലാം ഈ ഡ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. നമുക്ക് ഭക്ഷണത്തിൽ തുടങ്ങുകയാണെങ്കിൽ ഒരു പേഷ്യൻ്റ് ഇപ്പോൾ നമ്മുടെ ICUയിലാകുമ്പോൾ വെന്റിലേറ്റർ പേഷ്യൻ്റ് ഉണ്ടാവാം, പിന്നെ മാസ്ക് വെച്ചിട്ടുള്ള പേഷ്യൻ്റ് ഉണ്ടാവും, സ്വന്തമായിട്ട് കഴിക്കാൻ പറ്റുന്ന പേഷ്യൻസ് ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഓരോന്നിനും കാറ്റഗറൈസ് ചെയ്തിട്ട്, ഇപ്പം സ്വന്തമായിട്ട് കഴിക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ അവർക്ക് നമ്മൾ കൈ കൊണ്ട് കൊടുക്കും, അല്ലെങ്കിൽ അവരെ കഴിക്കാൻ പറ്റുന്ന ആൾക്കാർ അവർ കഴിക്കും. പിന്നെ ബാക്കി അടുത്ത ഐറ്റംസാണ് ആൾക്കാരാണ് നമ്മൾ ട്യൂബിൽ കൂടെ, അതായത് മൂക്കിൽ കൂടെ ട്യൂബ് ഇട്ടിട്ട് ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാർ. അതിൻ്റെ നമുക്കിപ്പം കലോറി, നമ്മുടെ പ്രോട്ടീൻസിൻ്റെ അളവൊക്കെ നോക്കണം. അത് നമ്മൾ ഡയറ്റീഷ്യനാണ് നമുക്ക് എന്ത് ചെയ്യുക, ഇത്ര പ്രോട്ടീൻസ് വേണം, ഇത്ര കലോറീസ് വേണം എന്നൊക്കെ സെറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യും, അവർക്കിപ്പോൾ ഒന്നെങ്കിൽ അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് 50 ml/h അല്ലെങ്കിൽ 75 ml/h അല്ലെങ്കിൽ 100 ml/h ആ രീതിയിലാണ് കൊടുക്കുക. അത് നമ്മൾ അവർലി ഇങ്ങനെ എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് ഫീഡായിട്ട് പോയിക്കൊണ്ടിരിക്കും. ബാക്കിയുള്ള പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മോർണിംഗിൽ, ഉച്ചക്ക്, രാത്രി, അതിൻ്റെ ഇടയ്ക്ക് ചായ, കടി, അതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യും കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞ ബേസിക് ഹൈജീനിക് കെയർ. ഒരു പേഷ്യൻ്റ് ഇപ്പോൾ നമ്മൾ ICUയിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ പേഷ്യൻറ്റും കണ്ടു ഇങ്ങനെ ബെഡ് കിടക്കുന്ന പോലെ ഉണ്ടാവും. പക്ഷെ നമ്മൾ സെക്കൻഡ് അവറിൽ എന്ത് ചെയ്യും, ആ പേഷ്യൻ്റ് നമ്മൾ ഒരു സൈഡിലേക്ക് ചരിച്ച് കിടത്തും, അത് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് അവറിൽ കഴിഞ്ഞിട്ട് അടുത്ത സൈഡിലേക്ക് ചരിച്ച് കിടത്തും. അതുപോലെ തന്നെ ബാത്ത്, നമ്മളിപ്പം വീട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, കുളിക്കാൻ പറ്റും നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം. പക്ഷേ ഇവിടെ ആകുമ്പോൾ പേഷ്യൻറ്റ് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഡെയിലി ഒറ്റ പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യും, എല്ലാം മൊത്തം ഹെഡ് മുതൽ കാല് വരെ നമ്മുടെ ക്ലോറോക്സിനും ബാത്ത് വൈപ്സ് കൊണ്ടൊരു വൈപ്സ് ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യും മൊത്തമായിട്ട്. ചില പേഷ്യൻസ് നമ്മൾ സോപ്പ് ആൻഡ് വാട്ടർ വെച്ചിട്ട് എന്ത് ചെയ്യും, ക്ലീൻ ചെയ്തിട്ട് കുളിപ്പിക്കും. സാധാരണ നമ്മൾ വീട്ടിൽ നമ്മൾ എങ്ങനെയാണ് നിൽക്കുന്നത് അതുപോലത്തെ ഉണ്ടാവും പേഷ്യൻ്റ് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ മൗത്ത് കെയർ വരുന്നത്. പല്ല് തേക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ഒരു ക്ലോറോക്സിൻ മൗത്ത് വാഷ് വെച്ചിട്ട് നമ്മളെന്ത് ക്ലീൻ ചെയ്യും. അതുപോലെ തന്നെ ഈ
ഫോളിസ് ട്യൂബുള്ള പേഷ്യൻസിൻ്റെ ട്യൂബിൻ്റെ കെയർ, ബാക്കിൽ പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ നമ്മൾ മസാജ് ചെയ്ത് ഒരു 7 സ്റ്റെപ്പ് വെച്ച് നമ്മൾ മസാജ് ഒക്കെ ചെയ്യും. ആ മസാജ് ഒക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത് നമ്മൾ കെയർ ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മളിപ്പോൾ ഈ പറയുന്നത് പോലെ ഈ പിന്നെ ബാത്തായാലും അതേപോലെ തന്നെ മൗത്തൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ഒക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ബെഡ് ഇടാനുള്ള പേഷ്യൻറ്റ് ചിലപ്പോൾ ബെഡ് സോർ ഉണ്ടാവാം, വരാനുള്ള സാധ്യത, ചിലപ്പോൾ ICU തന്നെ ചിലപ്പോൾ സ്കിന്നിനൊക്കെ ചില പൊട്ടൊക്കെ ഉണ്ടാവും. ഈ രീതിയിൽ നമ്മൾ കെയർ ചെയ്തിട്ട് അതെന്തുകൊണ്ടായിരിക്കും സംഭവിക്കുന്നത്? ചില പേഷ്യൻറ്റ് അതായത് നമ്മുടെ ICUസിൽ അങ്ങനെ ഉണ്ടാവാറില്ല. കാരണം നമുക്ക് എയർ ബെഡ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് അവറിൽ പൊസിഷൻ ചെയ്യുന്നുണ്ട്. ആ ചില സമയങ്ങളിൽ എന്ത് ചെയ്യും, ഇതൊന്നും കിട്ടാണ്ടിരിക്കും. ഇവിടെ അല്ല, ഇവിടെ വേറെ സ്ഥലങ്ങളിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ സെക്കൻഡ് അവറിൽ പൊസിഷൻ നടക്കില്ല. ഈ ബാക്ക് കെയർ എന്നുള്ള മസാജ് ഈ സ്റ്റെപ്സിലൊന്നും നടക്കില്ല. ഈ പ്രോപ്പർ ഈ ബെഡ് എയർ ബെഡ് അല്ലെങ്കിൽ വാട്ടർ ബെഡ് ഏതാണെങ്കിലും അതിൻ്റെ പ്രോപ്പർ ഫംഗ്ഷനിങ് ആയിരിക്കില്ല. ഇതൊക്കെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ബെഡ് സോർ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുന്നത്. പക്ഷേ നമ്മുടെ ICUയിൽ എന്ത് ചെയ്യില്ല, അങ്ങനത്തെ സംഭവങ്ങളിൽ നടക്കുന്നില്ല. നമ്മൾ സെക്കൻഡ് അവറിൽ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്, ബാക്ക് കെയർ കൊടുക്കുന്നുണ്ട്, പേഷ്യൻറ്റിനെ മൊബിലൈസ് ടു ചെയർ, അതായത് പേഷ്യൻ്റ് നമുക്ക് ഇരുത്താൻ പറ്റുന്ന പേഷ്യൻ്റാണ് നമ്മൾ എന്ത് ചെയ്യും, പേഷ്യൻറ്റിനെ ചെയറിലേക്ക് മൊബിലൈസ് ചെയ്യും. അതിപ്പോൾ വെന്റിലേറ്റർ വെച്ചിട്ടാണെങ്കിൽ പോലും നമ്മൾ പേഷ്യൻ്റ് ആണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന മൗത്ത് കെയർ എന്നൊക്കെ പറയുന്നത് അത് കൊടുക്കാൻ പറ്റും. വായിൽ ട്യൂബ് ഉണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ, അവിടെ ബാക്കി എല്ലാം ഫ്രീ ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഇത് വെച്ചിട്ട് ആർട്ടറി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഗോസ് എടുത്തിട്ട് നമ്മൾ സാധാ ബ്രഷ് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, തേച്ച് കൊടുക്കുക ചെയ്യാം. ഓരോ പല്ല് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്ലീൻ ചെയ്ത് കൊടുക്കും. അങ്ങനത്തെ പേഷ്യൻസ് നമ്മൾ മൊബിലൈസ് ചെയ്ത് ഇത് ചെയറിന് നമ്മൾ ഇരിപ്പിക്കുകയും ചെയ്യും. വെല്ല ട്യൂബിൻ്റെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, ഇരിപ്പിക്കാതിരിക്കില്ല. ഒരു കോംപ്രമൈസ് ഇല്ല. പേഷ്യൻ്റ് കെയറിൽ നോ കോംപ്രമൈസ് ആണ് നമ്മൾ. അപ്പം ഇരുത്താൻ പറ്റുന്ന ആളാണോ നമ്മൾ എന്ത് ചെയ്യും, ഇരുത്തിയിരിക്കും. ഡെയിലി ഒരു 4 hours നമ്മൾ എന്ത് ചെയ്യും, പേഷ്യൻറ്റിനെ ചെയറിൽ ഇരുത്തിച്ചിട്ടാണ് പിന്നെ കയറ്റി കിടത്തുക. അതെ, പേഷ്യൻ്റ് അതെ കോംപ്ലിക്കേഷൻസ് വരുന്നത്. അവർക്ക് ഇങ്ങനെ തുപ്പാൻ പറ്റാതെ അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ മൂവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള പേഷ്യന്റിന് ഈ പറയുന്ന പോലെ ഇതുപോലുള്ള എല്ലാ കെയറും കൊടുക്കാനുള്ള ഒരു മാക്സിമം ട്രൈ ചെയ്യുന്ന രീതി എല്ലാം. അതായത് ഈവൻ ഒരു പേഷ്യൻറ്റ് ഭക്ഷണം കഴിക്കുന്ന പേഷ്യൻറ്റ് മുതൽ നമ്മൾ തീരെ ഒന്നും ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസിന് പോലും കെയറൊക്കെ സെയിം ആണ്. അത് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ നമ്മൾ എന്താ ഈ അൺകോൺഷ്യസ് പേഷ്യൻറ്റിനെ, വെന്റിലേറ്റർ പേഷ്യൻ്റ് അവർക്ക് എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് കെയർ കൊടുത്തുകൊണ്ടിരിക്കും. ഈ 4th അവറിൽ അല്ലെങ്കിൽ സെക്കൻഡ് അവറിൽ എന്ത് ചെയ്യും, കൊടുത്തുകൊണ്ടിരിക്കും. ഇപ്പം വെന്റിലേറ്റർ പേഷ്യൻറ്റ് നമ്മൾ എന്ത് ചെയ്യും, സക്ഷൻ ചെയ്തുകൊണ്ടിരിക്കും. അവറിൽ അല്ലെങ്കിൽ സെക്കൻഡ് അവറിൽ ഒന്നെങ്കിൽ സെക്കൻഡ് അവറിൽ അല്ലെങ്കിൽ പിന്നെ സെക്രീഷൻ ഉണ്ടാകുന്നില്ലേ, കൂടുതൽ തിക്ക് സെക്രീഷൻസ് ഒക്കെ വരുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ സെക്രീഷൻ കൂടുതൽ പേഷ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പം 10 മിനിറ്റ് കൂടുമ്പോഴേക്കും, ചിലപ്പോൾ അരമണിക്കൂർ കൂടുമ്പോഴേക്കും. അതായത് സെക്രീഷൻസ് അനുസരിച്ചിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ നഴ്സിംഗ് കെയർ എന്ന് പറയുന്നത് വളരെ പ്രൊമനൻ്റ് ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു, കാരണം ഡോക്ടേഴ്സ് കൊടുക്കുന്ന ഡോക്ടേഴ്സിൻ്റെ ഒബ്സർവേഷൻ പോലെ തന്നെയാണ് അതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു അവിഭാജ്യ ഘടകം എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഒഴിച്ചുകൂടാൻ പറ്റുന്ന സംഭവം നഴ്സിംഗ് കെയർ. ഓക്കെ. പിന്നെ ഡോക്ടേഴ്സ് നേരത്തെ ഡിസ്കഷൻ്റെ ഭാഗത്തിൽ പേഷ്യൻ്റ് വെന്റിലേറ്ററിലാണെന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വെന്റിലേറ്ററിൽ നിൽക്കുന്നുണ്ട്, ചിലപ്പം 1 week അങ്ങനെയൊക്കെ വെന്റിലേറ്ററിനുള്ള വാൾ നമുക്ക് കൂടുതൽ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടാവും. ഈ വെന്റിലേറ്റർ മെഷീൻ ഇതാണല്ലോ. ഓക്കെ, ഈ വെന്റിലേറ്റർ മെഷീൻ ഒരു രോഗിയുടെ മേലെ എങ്ങനെയാണ് അപ്ലിക്കബിൾ, നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? ഓക്കെ, പൊതുവെ വെന്റിലേറ്റർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, അതൊരു റൂമാണ്. ഇപ്പം പലരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ ചോദിക്കാറുണ്ട്, എന്താണ് വെന്റിലേറ്റർ എന്ന് പറയുന്നത്, എന്താണ് പേഷ്യന്റ് ICUലാണോ അല്ലെങ്കിൽ വെന്റിലേറ്ററിലാണോ? അപ്പൊ എല്ലാവർക്കും തോന്നുന്നത് എന്താണ്, അതൊരു ICU പോലത്തെ ഒരു റൂമാണ്. അതെ, ICU പോലത്തെ ഒരു റൂമാണോ അത് പലർക്കും അറിയില്ലാത്തൊരു പ്രശ്നമുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ കോവിഡിന് ശേഷമാണ് കൂടുതൽ ആളുകൾക്കും എന്താണ് ഈ വെന്റിലേറ്റർ എന്ന് പറയുന്ന ഒരു മെഷീനാണ് എന്നുള്ളൊരു ധാരണയെങ്കിലും കുറച്ച് പേർക്കെങ്കിലും ഒരു ബോധ്യമായിട്ട് തുടങ്ങിയത് ആക്ച്വലി. അപ്പം വെന്റിലേറ്ററിൽ അതായത് ശ്വാസകോശ സംബന്ധമായ അല്ലെങ്കിൽ ശ്വസിക്കാൻ ബുദ്ധിമുട്ടുന്ന ആ ഒരു തരത്തിലുള്ള ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ വെന്റിലേറ്റർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതെന്ന് പറയുമ്പം ഇപ്പോൾ ഒരു സർജറി വേണമെന്ന് വിചാരിക്കുക, ഒരാൾക്കൊരു സർജറി വേണമെങ്കിൽ ആ സർജറിക്ക് നമുക്ക് ചിലപ്പോൾ അനസ്തേഷ്യ കൊടുക്കേണ്ടി വരും. അനസ്തേഷ്യൻ്റെ സമയത്ത് നമുക്ക് എന്താണ് ആ ശ്വസന പ്രക്രിയ ഏറ്റെടുക്കാൻ ഒരു മെഷീൻ വേണം, അതാണ് വെന്റിലേറ്റർ. അതിപ്പോൾ ഒരു സർജറിൻ്റെ സമയത്ത്. ഇനി അല്ലാതെ വേറെ അസുഖങ്ങൾ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, ആക്സിഡൻറ്റുകൾ അങ്ങനെയൊക്കെ സംബന്ധിച്ച് സ്വന്തമായിട്ട് ശ്വസിക്കാൻ പറ്റാത്ത, അതിന് ബുദ്ധിമുട്ടുന്ന ആളുകളെ നമുക്ക് വെന്റിലേറ്റർ സപ്പോർട്ടിലേക്ക് മാറ്റാവുന്നതാണ്. അത് പല തരത്തിലുണ്ട്, ഇൻവേസീവായിട്ടും നോൺ ഇൻവേസീവായിട്ടും ഉണ്ട്. അതായത് ഇൻവേസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്വാസകോശത്തിലേക്ക് ഒരു ചെറിയ ട്യൂബ് വഴി അത് വെന്റിലേറ്റർ ഈ മെഷീനിലേക്ക് കണക്ട് ചെയ്യാം. അല്ല, ഇതിൽ വിസിബിൾ അല്ല. ഇപ്പോൾ ഇതിൽ ഒരു സർക്യൂട്ട് ഉണ്ടാവും, ആ സർക്യൂട്ട് വഴി രോഗിയുടെ ശ്വാസകോശത്തിലേക്ക് ഒരു ട്യൂബ് ഇറക്കിയതിന് ശേഷം ആ ട്യൂബും ഈ മെഷീനുമായിട്ട് കണക്ട് ചെയ്യുന്ന ആണ് ഇൻവേസീവ് വെന്റിലേഷൻ എന്ന് പറയുന്നത്. ഇനി അതല്ല,
ഉള്ളിലേക്ക് ട്യൂബ് ഇറക്കാത്ത, അതായത് അത്ര പേഷ്യൻ്റ് അത്ര സിക്കല്ല, അത്രയും തീവ്രപരിചരണം ആവശ്യമില്ലാത്ത പേഷ്യൻറ്റിനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മാസ്ക് വഴി ശ്വാസകോശത്തിലേക്ക് കുഴലിറക്കാതെ ട്യൂബ് ഇറക്കാതെ നമുക്ക് എന്ത് ചെയ്യാം, ഇതുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പൊതുവേ വെന്റിലേറ്ററിലാണ് പേഷ്യൻ്റ് എന്ന് പറയുമ്പം എല്ലാവരും ചിലപ്പം വിചാരിക്കുക എന്താണെന്ന് വെച്ചാൽ ട്യൂബ് ഇറക്കിയിട്ടുള്ളത് ആണ് മാത്രമെന്നാണ്. ട്യൂബ് ഇറക്കിയിട്ട് മാത്രമല്ല നമുക്ക് മാസ്ക് വഴിയും എന്ത് ചെയ്യാം, വെന്റിലേറ്ററിൽ കണക്ട് ചെയ്യാം. അല്ല, ചില പേഷ്യന്റ് നമുക്ക് ICU പേഷ്യന്റ് നമുക്ക് കാണാം ഇവിടെ ഒരു സുഷിരുണ്ടാക്കിയിട്ട് ട്യൂബ് കടത്തുന്നത്, ആ പ്രൊസീജിയർ എന്താണ്? അതെന്താണെന്ന് വെച്ചാൽ ട്രക്കിയോസ്റ്റമി എന്നാണ് അതിന് പറയാം. അപ്പോൾ ഈ വെന്റിലേറ്ററിൽ നമ്മൾ മാക്സിമം പോയാൽ നമ്മൾ പൊതുവെ എന്താണ് പ്രൊലോങ്ഡ് വെന്റിലേഷൻ ആവശ്യമുള്ള ഒരു രോഗിയാണെങ്കിൽ നമ്മൾ എന്തിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് വെച്ചാൽ ഈ ട്യൂബ് ഇവിടുന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു സുഷിരം ഇട്ടിട്ട് അതിന് നമ്മൾ ട്രക്കിയോസ്റ്റമി എന്ന് പറയാം, അതിലേക്ക് ചേഞ്ച് ചെയ്യും. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ട്യൂബുള്ള ഒരു പേഷ്യൻറ്റിന് എപ്പോഴും ഈ മെഷീൻ തന്നെ ആവശ്യമാണ്. ഓക്കെ, ഇനി ഇതിലേക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ചിലപ്പോൾ ഈ വെന്റിലേറ്ററിന്റെ ആവശ്യം ഉണ്ടാവില്ല. ചിലപ്പോൾ എല്ലാ സമയവും ആവശ്യം വരില്ല. ഭയങ്കര പേഷ്യന്റ് സിക്ക് ആണെങ്കിൽ ചിലപ്പോൾ ആവശ്യമായിരിക്കും. അതെ അതെ അതെ. അല്ലാത്ത പക്ഷമാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ട്രക്കിയോസ്റ്റമി നമുക്ക് എന്ത് ചെയ്യാം, സാധാരണ നമ്മളൊക്കെ ശ്വാസം എടുക്കുന്നത് പോലെ മൂക്കിലിന് പകരം ഈ ട്യൂബിലൂടെ ശ്വാസം എടുക്കുന്നു. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് ഒരു മെഷീനായിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യം ചിലപ്പോൾ വരുന്നില്ല. ഓക്കെ, അതായത് പേഷ്യന്റിന് സ്വന്തമായിട്ട് ശ്വാസം എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണ്ട, ഒരു മെഷീന്റെ സഹായം ഇല്ലാതെ നമുക്ക് ട്രക്കിയോസ്റ്റമിയിലേക്ക് മാറ്റാം. കണ്ടീഷൻ ബാഡ് ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കുന്ന അതേ പ്രൊസീജിയറിൽ ഈ ട്യൂബ് വഴി നമുക്ക് തിരിച്ച് മാറ്റുകയും ചെയ്യാം, ട്രക്കിയോസ്റ്റമിയിലേക്ക് നമുക്ക് മാറ്റുകയും ചെയ്യാം. ഈ ട്യൂബ് വായിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ട്യൂബ് നമ്മൾ ശ്വാസകോശത്തിലേക്ക് ഇറക്കിയിട്ട് വെന്റിലേറ്ററുമായിട്ട് കണക്ട് ചെയ്യാന്ന് പറയുമ്പോൾ അതിന് ICUവിന്റെ സെറ്റപ്പ് എപ്പോഴും ആവശ്യമാണ്. ഓക്കെ, ഈ മെഷീന്റെ സഹായവും എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ ICUവിൽ റൂമല്ല, ഈ മെഷീനാണ്. ഈ മെഷീൻ സപ്പോർട്ട് റൂമിൽ പേഷ്യന്റ് കൊടുക്കാൻ പറ്റില്ല. സാധാരണ ഒരു റൂമിൽ, അതായത് വളരെ സിക്ക് ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്പൊ എന്തായാലും അവരെ റൂമിലേക്ക് എന്തായാലും ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പോൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അവർക്ക് എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മോണിറ്ററിങ്ങും ആവശ്യമായിരിക്കും എപ്പോഴും. അപ്പോൾ കണ്ടിന്യൂസ് മോണിറ്ററിങ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അധികവും പേഷ്യന്റിനെ ICU തന്നെ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ICU കീപ്പ് ചെയ്യുമ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂമിൽ നമുക്ക് എപ്പോഴും വെന്റിലേറ്റർ ചിലപ്പം വെക്കാൻ വേണ്ടി പറ്റൂല. പക്ഷെ നമ്മളുടെ കണ്ണൂർ ആസ്റ്ററിൽ എന്ത് ചെയ്യാം, നമുക്ക് റൂമിൽ വെന്റിലേറ്റർ എന്നുള്ള ഒരു സെറ്റപ്പ്, അഡ്വാൻസ് ICU സ്യൂട്ട്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. റൂമിൽ തന്നെ വെന്റിലേറ്റർ, അതായത് എല്ലാ ഹോസ്പിറ്റലിലും എങ്ങനെയാണെന്ന് വെച്ചാൽ ICUവിൽ വെന്റിലേറ്റർ പേഷ്യൻസ് ICUവിൽ മാത്രം എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. പക്ഷെ നമുക്കിവിടെ എന്താണെന്ന് വെച്ചാൽ റൂമിലേക്ക്, കാരണം ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ബന്ധപ്പെട്ട ആളുകൾ അടുത്തില്ലാതിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു മാനസിക പ്രശ്നങ്ങളാണല്ലോ, അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇത് ചെയ്യുന്നത്. അത് രോഗിക്കും അതേപോലെ ബൈസ്റ്റാൻഡറിനും ഒരേപോലെ മാനസിക പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണത്. അവിടെ ഒരു കാരണം ചിലപ്പം രോഗിക്ക് ബൈസ്റ്റാൻഡറെ സപ്പോർട്ട് കിട്ടുക എന്നുള്ളത് അവർക്ക് മാനസികമായിട്ട് ഒരു ഹെൽത്തി മാനസികമായിട്ടുള്ള അവസ്ഥയിൽ എത്തും. പക്ഷേ പേഷ്യന്റെ കണ്ടീഷൻ കുറച്ച് വേസ്റ്റ് ആവുകയോ ബാഡ് ആവുകയോ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കേവലം ഒരു വെന്റിലേറ്ററിന്റെ സപ്പോർട്ടിന് മാത്രം അത് സപ്പോർട്ട് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ റേസ് ചെയ്യുകയാണെങ്കിൽ എമർജൻസി ആയിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ടോ ആ റൂമിൽ? ആ റൂമിൽ എല്ലാ സിസ്റ്റവും ഉണ്ട്. ആ റൂമിൽ എല്ലാ സിസ്റ്റവും വരുന്നൊരു വെന്റിലേറ്റർ ആയാലും അതേപോലെ ബാക്കി റെസ്ക്യൂ എക്യുപ്മെൻസും എല്ലാം അവൈലബിൾ ആയിട്ടുള്ള റൂം തന്നെയാണത്. അതിൽ എന്ത് ചെയ്യാം, പേഷ്യൻറ്റിൻ്റെ കൂടെ ബൈസ്റ്റാൻഡർക്കും കൂടെ നിന്നുകൊണ്ട്, അതായത് ഒരുപാട് ആളുകൾ എന്നല്ല, ലിമിറ്റഡ് ആളുകൾ നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസസ് ഒക്കെ പാലിച്ചുകൊണ്ട്, അതായത് പേഷ്യൻറ്റിന് ബൈസ്റ്റാൻഡർ നിൽക്കുന്നത് കൊണ്ട് പുതിയൊരു ഇൻഫെക്ഷൻ ഉണ്ടാവാത്ത രീതിയിൽ വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. ഈ വെന്റിലേറ്റർ ഇതൊരു മെഷീനാണ്. ഈ മെഷീൻ്റെ സപ്പോർട്ട് ഒരു പേഷ്യൻറ്റിന് കൊടുക്കുന്നത് അതിൻ്റെ ഒരു എന്തായാലും അതിനൊരു ടെക്നിക്കൽ സപ്പോർട്ട്, ഒരു ടെക്നീഷ്യൻ ആവശ്യം. ഇത് സാധാരണ ഇത് ആരാണ് ചെയ്യുന്നത്? നേഴ്സസ് ഉണ്ടാവും അവിടെ, പിന്നെ ഇത് ആരാണ് ഇത് ചെയ്യുന്നത്? സാധാരണ ഇത് മെയിനായിട്ട് നമ്മൾ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ആണ് നമ്മളത് ഹാൻഡിൽ ചെയ്യാറ്. അതായത് മോഡുലേറ്റീവിലും ഒക്കെ എല്ലാം. അതായത് പൊതുവെ എന്താണ്, ഈ ഒരു മെഷീൻ പ്രവർത്തിപ്പിക്കുന്ന ആൾ എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഈ മെഷീനിന്റെ
മെഷീനെ ഒരു പേഷ്യൻറ്റിനെ കണക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഈ പേഷ്യൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യും, മോണിറ്റർ ചെയ്യും. കാർഡിയോ പൾമണറി സ്റ്റാറ്റസ് എപ്പോഴും ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, ഈ വെന്റിലേറ്ററിന് പല മോഡുകളുണ്ട് ഇതിൽ. അതായത് പൂർണ്ണമായും വെന്റിലേറ്റർ ആണ്, എത്ര നേരം ശ്വാസം കൊടുക്കണം, എത്ര എമൗണ്ട് എയർ കൊടുക്കണം, എത്ര എമൗണ്ട് ഓക്സിജൻ, അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് പൂർണ്ണമായിട്ട് പേഷ്യൻറ്റിൻ്റെ വെന്റിലേറ്റർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് പുറമെ പേഷ്യൻ്റ് സ്വന്തമായിട്ട് ശ്വാസം എടുത്ത് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ മോഡ് ചേഞ്ച് ചെയ്തിട്ട് ചെറിയൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിലേക്കും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ പേഷ്യൻറ്റിൻ്റെ കാർഡിയോ പൾമണറി സ്റ്റാറ്റസ് നമ്മൾ അസസ് ചെയ്ത് മോണിറ്റർ ചെയ്തുകൊണ്ട് പേഷ്യൻറ്റിനെ എന്താണ് ഈ മോഡിൽ നിന്നും മറ്റൊരു മോഡിലേക്ക് വീൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്ത് നമ്മളാണ് ചെയ്യുന്നത്. വായിലൂടെ നമ്മൾ ശ്വാസകോശത്തിലേക്ക് ട്യൂബ് ഇറക്കിയിട്ട് നമ്മൾ വെന്റിലേറ്ററി സപ്പോർട്ടിലേക്ക് ആക്കുന്നതിന് പകരം നമ്മൾ ഇവിടെ ഒരു സുഷിരം ഇട്ടുകൊണ്ട് ട്രക്യോസ്റ്റമി എന്ന് പറയുന്നതിന് അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രൊലോങ്ഡ് വെന്റിലേഷൻ, അതായത് ഈ വെന്റിലേറ്ററിൻ്റെ സഹായം ഒരു 7 ദിവസത്തിനൊക്കെ കൂടുതൽ ആവശ്യമാവുകയാണെങ്കിൽ നമ്മൾ അതിലേക്ക് ചേഞ്ച് ചെയ്യും. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇൻഫെക്ഷൻ ആണ്. മെയിനായിട്ട് നമുക്ക് ഇൻഫെക്ഷൻ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയനെ ഒരു തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് ഈ ട്രക്യോസ്റ്റമി എന്ന് പറയുന്നത്. കാരണം നമ്മളുടെ വായിലൂടെ ഒരു ട്യൂബ് അത് ശ്വാസകോശത്തിലേക്ക് പോകുന്നു. അപ്പോൾ വായിലുള്ള സെക്രീഷൻസ് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അത് ചെറിയ മൈക്രോ ആസ്പിറേഷൻ വഴി ന്യൂമോണിയ ഉണ്ടാവാനൊക്കെയുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ പേഷ്യൻറ്റിൻ്റെ കംഫർട്ട്, വായിൽ എപ്പോഴും വാ തുറന്ന് പിടിച്ച് ഒരു ട്യൂബ് ഉള്ളിലേക്ക് പോകാന്ന് പറയാൻ ഒരു ഡിസ്കംഫർട്ടാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇവിടെ ഒരു സുഷിരം ഇട്ട് അതിലൂടെ ഒരു ട്യൂബ് ചെയ്യുക, ട്രക്യോസ്റ്റമി ചെയ്യാന്ന് പറയും. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ എന്താണ് പേഷ്യൻറ്റിൻ്റെ കംഫർട്ട് ഒന്ന്, പിന്നെ ഒന്ന് ഇൻഫെക്ഷൻ, പിന്നെ എപ്പോഴും ഈ മെഷീൻ്റെ ആവശ്യം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കുറയ്ക്കാൻ വേണ്ടി പറ്റും. അതായത് ഇതല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ബൈപ്പാപ്പ് മെഷീൻസ് ഒക്കെ ഉണ്ട്. അതായത് പേഷ്യൻറ്റിനെ സ്വന്തമായിട്ട് കുഴപ്പമില്ലാതെ ശ്വാസം എടുത്ത് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് മാറ്റിയിട്ട് ബൈപ്പാപ്പിലേക്കൊക്കെ വീൻ ചെയ്യാം പേഷ്യൻറ്റിനെ. അപ്പോൾ ബൈപ്പാപ്പിൽ വീൻ ചെയ്താലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പേഷ്യൻറ്റിനെ ഈസി ആയിട്ട് എന്താണ് വലിയ സെറ്റപ്പ് ഇല്ലാത്ത ഒരു റൂമിലേക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ, ഇപ്പം അഡ്വാൻസ് ICUവിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ആ സ്യൂട്ടിലെ അല്ലാത്ത സ്ഥലത്ത് പോലും നമുക്ക് പേഷ്യൻറ്റിനെ കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. മോണിറ്ററും ബാക്കി സംവിധാനങ്ങളും മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പേഷ്യൻറ്റിനെ അവിടെ കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഇതിലുള്ളൊരു പേഷ്യൻറ്റിനെ അപേക്ഷിച്ചിട്ട്, വെന്റിലേറ്ററിലുള്ളൊരു പേഷ്യൻറ്റിനെ അപേക്ഷിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, സാധാരണ ഒരു റൂമിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇപ്പൊ നമുക്ക് ഇവിടെ കുറച്ചും കൂടി സ്റ്റേബിൾ ആയാൽ മാത്രമേ നമുക്ക്, അതായത് ട്രക്യോസ്റ്റമി ചെയ്താൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. പേഷ്യന്റിന്റെ കണ്ടീഷൻ ഓൾമോസ്റ്റ് വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ. അല്ലേ, ട്രക്യോസ്റ്റമി ചെയ്യുന്ന സമയത്ത് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വെന്റിലേറ്ററിൽ ഈ മെഷീൻ ഒഴിവാക്കുക എന്നതിനപ്പുറത്ത് അതർ അഡ്വാൻറ്റേജസ് പറയുന്നത് ഏതെങ്കിലും തരത്തിലുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ, അസോസിയേറ്റഡ് ന്യൂമോണിയ നമുക്കൊരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റുന്ന ട്രക്യോസ്റ്റമിയിലൂടെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതോടൊപ്പം അതും ഇപ്പൊ നമ്മൾ വെന്റിലേറ്ററിലാണെങ്കിൽ പൈപ്പ് കൂടി വരുമ്പോൾ സക്ഷൻ ചെയ്യുക എന്നത് കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. ട്രക്യോസ്റ്റമി ആണെങ്കിൽ അതിലും ആ ഒരു ഓപ്ഷൻ കൂടി വരുന്നുണ്ടോ അതിൽ? അതെ, നമുക്ക് സക്ഷൻ ഇതേപോലെ പിന്നെ വായിലൂടെ ശ്വാസകോശത്തിലേക്ക് ഇറക്കുന്ന ട്യൂബിൽ സക്ഷൻ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ട്രക്യോസ്റ്റമിയും സക്ഷൻ ചെയ്തെടുക്കാവുന്നതാണ്. മെഡിട്രാക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ICU, അതായത് ഒരു ICUവിനെ കുറിച്ചും ICUവിലെ ICU പിന്നെ മറ്റ് ഫങ്ഷൻസൊക്കെ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഡോക്ടേഴ്സ് അതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, അവിടെ കൊടുക്കുന്ന മെഡിസിൻസ് എങ്ങനെ ഒരു പേഷ്യൻറ്റിനെ എങ്ങനെ സ്റ്റേബിൾ ആക്കുന്നു, ഈ വിഷയത്തെക്കുറിച്ചാണ് ഇപ്പോൾ കണ്ണൂർ ആസ്റ്റർ മിംസിലെ ICUവിനെ കുറിച്ചാണ് നമ്മൾ വളരെ വിശദമായിട്ട് ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തത്. ഈ എപ്പിസോഡിൽ നമ്മൾ പ്രേക്ഷകരോട് സംബന്ധിച്ച എല്ലാ ഡോക്ടേഴ്സിനും ഇവിടുത്തെ ടെക്നിക്കൽ സ്റ്റാഫിനും കാസർഗോഡ് വിഷയൻ്റെയും നന്ദി അറിയിക്കുന്നു. ഒപ്പം എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.